ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടെ സമീപിക്കാത്ത, എന്നാൽ സമീപകാലത്ത് വളരെ ഗൗരവത്തോടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു കണ്ണിനെ കുറിച്ച് ചോദിച്ചതുപോലെ, കൽബിനെ കുറിച്ച് ചോദിച്ചതുപോലെ അള്ളാഹു ചോദിക്കുകയാ, നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമല്ലയോ നിങ്ങൾക്കൊരു വീട് നൽകിയത്? നമുക്ക് വീട് നൽകിയതാരാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടുമുട്ടിക്കാൻ പെടാപ്പാടുപെട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോ ഭാര്യ മക്കളോടൊത്ത് സന്തോഷത്തോട് ചേർന്നൊന്ന് കിടക്കാ, പാതിരാ പട്ടാപകല് ചെയ്ത ജീവിതത്തിന്റെ എല്ലാ പ്രയത്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളൊന്ന് മാറാൻ, രാത്രിയിൽ കണ്ണുപൂട്ടി ശരീരമൊന്ന് നീണ്ടു നിവർന്ന് കിടക്കാൻ, ഓ ജൽനാനൗമക്കും സുബാതാ, നിങ്ങളുടെ ശരീരത്തിന് വിശ്രമം കൊടുക്കാൻ, നിങ്ങൾക്കൊന്ന് സുത്തന്തമായി കിടന്നുറങ്ങാൻ നിങ്ങൾക്കൊരു വീട് നൽകിയതാരാ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ വീടുകൾ നമ്മൾ കെട്ടിപ്പെട്ടുണ്ടാക്കിയതാ. ഇന്ന് ഞാൻ എന്റെ പരാവാരം പോലെ പരന്നു കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സമയമേറെ വൈകിയാലും ശ്രദ്ധയോടെ കേട്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഗുണപ്രദമാകുന്ന, ഇന്ന് ഈ സദസ്സ് കഴിഞ്ഞു പോയാലും നാളെ രാവിലെ മുതൽ നിങ്ങളുടെ വീടുകളിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തെ സന്തോഷമാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുകയാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിങ്ങൾക്ക് വീട് തന്നതാരാ? നമ്മൾ പറയും ഗൾഫിൽ പോയി കട്ടപ്പെട്ടുണ്ടാക്കിയ വീടാ, അധ്വാനിച്ചിട്ടുണ്ടാക്കിയ വീടാ, അല്ലെങ്കിൽ ധാരാളം ആളുകൾ പറയും ഞാൻ കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കിയ വീടാ, അതല്ലെങ്കിലോ പഞ്ചായത്തിനേക്ക് നൽകിയ വീടാ, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ കൊടപ്പനക്കൽ ത്രമാണിന്റെ സൗമ്യമായ നേതൃമുഖം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിന് നടത്തിയ ബൈത്തുർ റഹ്മയിലൂടെ കിട്ടിയ കൊച്ചു വീടാകട്ടെ, അതെല്ലാം കോൺക്രീറ്റ് സൗധമാകട്ടെ, അമ്പരചുംബികളായ വീടുകളാകട്ടെ, ഏത് വീടുകളാണെങ്കിലും ആ വീട് നമുക്ക് നൽകിയതാരാ? അല്ലാഹു പറയാ, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ, നിങ്ങൾക്ക് കിടക്കാൻ ഒരു വീട് നൽകിയത് എന്റെ അനുഗ്രഹമാ. അല്ലാഹു കണ്ണ് പറഞ്ഞതുപോലെ, കാല് പറഞ്ഞതുപോലെ, കാത് പറഞ്ഞതുപോലെ, കര പറഞ്ഞതുപോലെ, കവന കൗമുദികളെ പറഞ്ഞതുപോലെ അല്ലാഹു പറയാണ്, നിനക്കൊരു വീട് തന്നതാരാ? ഈ പാതിരാ സമയത്ത് ഇത്രയേറെ വൈകിട്ടും അക്ഷമരായി കാത്തിരിക്കുന്നവരോട്, നമ്മുടെ വീടുകൾ ചെറുതായിരിക്കാം, ആകാശത്തും മഴയൊന്ന് പെയ്താൽ തിമിർത്തു പെയ്യുന്ന ചോർന്നൊരുക്കുന്ന ചെറ്റപ്പുരകളാകട്ടെ, മുഗൾ രാജവംശത്തിന്റെ ശില്പ ചാതുരിയെ തോൽപ്പിച്ച കോൺക്രീറ്റ് സൗധമാകട്ടെ, ആ വീട് നമുക്ക് നൽകിയതാരാ? ഓ അല്ലാ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഞാനെന്ന് പ്രതിപാദിക്കുന്നത് മറ്റൊന്നുമല്ല, വീടിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ 8 സ്ഥലങ്ങളിലാണ് പറഞ്ഞത്. ഇത് ഖുർആനാണ്, ഈ വിനീതനൊരു ഖുർആന്റെ പ്രഭാഷകനാണ്. അല്ലാഹു നമ്മുടെ വീടിനെ കുറിച്ച് ഖുർആനിൽ 8 സ്ഥലത്താണ് പറയുന്നത്. എന്തിനാണ് വീടിനെ കുറിച്ച് പറയുന്നത്? എന്തിനാ അത് പറയുന്നത്? മറ്റൊന്നുമല്ല, ഇന്ന് സമകാലീന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വീടാണ്. പണ്ട് കാലത്തൊക്കെ അങ്ങാടിയെ കുറിച്ച് പറയുമായിരുന്നു, നാടുവല്ലാതെ നശിച്ചുപോയെന്ന് പറയുമായിരുന്നു. ഇന്നത് മാറിയിട്ട് നാം പറയേണ്ടിയിരിക്കുന്നു, വീട് നശിച്ചുപോയി. 9 വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത് വീടിന്റെ ജനാല കമ്പിയോ, 12 വയസ്സുള്ള പൊന്നുമോണ മലത്തിക്കടത്തി മാനഭംഗം ചെയ്യുന്നത് നാട്ടിലെ വ്യഭിചാരശാലയിലല്ല, 5 സ്റ്റാർ ഹോട്ടലുകളിലല്ല, സ്വന്തം വീടുകളിൽ അച്ഛന്മാരാൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന കേരളത്തിന്റെ പുതിയ തലമുറ. കൊല്ലം ജില്ലയിൽ 12 വയസ്സുകാരി ജനൽ കമ്പിയിൽ ആത്മഹത്യ ചെയ്തു. അത്രേ ആരാണ് പൊന്നുമോളുടെ മാനം കവർന്നതാരാ? അവളുടെ അമ്മയുടെ അച്ഛന്. ജരാന്തരകൾ ബാധിച്ചിട്ട് വിവേകം വരേണ്ട വാർദ്ധക്യകാലങ്ങളിൽ പ്രിയപ്പെട്ട കൊച്ചുമോളുടെ മാറിടത്തിൽ കാമം കാണുന്ന പുതിയ ഒരു വൃദ്ധതലമുറ. ആരാണതിന് കൂട്ടുനിന്നത്? അവളുടെ പ്രിയപ്പെട്ട അമ്മ. അമ്മയാണ് അച്ഛനെ മകളെ പീഡിപ്പിക്കാൻ കാവല് നിൽക്കുന്നത്. എവിടേക്കാണ് ലോകം പോകുന്നതെന്നറിയില്ല. കാസർഗോഡ് ജില്ലയിൽ നിന്ന് കഴിഞ്ഞ മാസം കേട്ട വാർത്ത, കഴിഞ്ഞ
1 മാസക്കാലമായി ആത്മഹത്യ ചെയ്ത കൊച്ചു പെൺകുട്ടികളുടെ ശവശരീരങ്ങൾ കൊണ്ട് ജനൽ കമ്പികൾ നിറഞ്ഞു നിൽക്കുമ്പോ ഇന്ന് കേരളത്തിന്റെ വീടിന്റെ ജനാല കമ്പികൾ കരയുകയാണത്രേ. പിച്ച വെച്ച് നടക്കുന്ന പ്രായത്തിൽ കൈപിടിച്ച് തേച്ചു പോകാതിരിക്കാൻ താങ്ങായി നിന്ന തങ്ങളുടെ മുകളിലാണല്ലോ വളർന്നു വന്നപ്പോ പൊന്നുമോളോ മരണത്തിന്റെ കുടുക്ക് കിട്ടിയത്. ജനാല കമ്പികൾ കരയുകയാണത്രേ. കാസർഗോഡ് ജില്ലയിൽ ഗൾഫിലാണ് ഭർത്താവ്, ഭാര്യ ഗർഭിണിയായി. എല്ലാവരോടും കരഞ്ഞു പറഞ്ഞു, ഭാര്യ ഒരു പരപുരുഷന്റെ സ്പർശനം എനിക്ക് ഏറ്റിട്ടില്ല. അവസാനം ആരാണ് ഗർഭത്തിന് ഉത്തരവാദി എന്ന് അന്വേഷിച്ചപ്പെടാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്ന് ഞാൻ സംബോധന ചെയ്യുകയില്ല. ഒരു വീടിന്റെ അകത്തളത്തിൽ ജീവിക്കുന്നവരെ ആരാണ് പ്രതി എന്നറിയുമോ? അമ്മ വൈകുന്നേരമാകുമ്പോ പാവപ്പെട്ട അമ്മ അന്തിക്കൊരു കൂട്ടാണെന്ന് കരുതി വളർത്തിയ അപ്പുറത്തെ റൂമിൽ കിടന്ന 14 വയസ്സുകാരനാണ് അമ്മയുടെ ഗർഭപാത്രത്തിന്റെ കുഞ്ഞിന്റെ അച്ഛനെന്ന് തിരിച്ചറിയുമ്പോ സ്വന്തം മകനാൽ ഗർഭിണിയാക്കപ്പെട്ട അമ്മ എവിടെയാണ് ലോകം എത്തി നിൽക്കുന്നതെന്നറിയില്ല. 12 വയസ്സുള്ള കുഞ്ഞുമക്കൾക്ക്, പാവപ്പെട്ട പ്രിയപ്പെട്ട പിഞ്ചു പൈതലുകൾക്ക് വീടുകളിൽ ജീവിക്കാൻ കഴിയുന്നില്ലത്രേ. അച്ഛന്മാരവരുടെ കാപാലികരാകുന്നുവത്രേ, അമ്മമാര് കൂട്ടിക്കൊടുക്കുന്നുവത്രേ. എവിടെയാണ് നമ്മൾ ഈ ലോകത്തെത്തി നിൽക്കുക? മലയാളത്തിന്റെ പുതിയ ആധുനിക കവി സത്താറാദൂരിന്റെ ഒരു ചെറിയ കവിതയുണ്ട്. ആ കവിതയാണ് കേരളത്തിന്റെ ഇന്നത്തെ മുഖചിത്രം. സത്താറാദൂർ എഴുതുകയാണ്, പാവപ്പെട്ട പെണ്ണിനെ മാനമംഗപ്പെടുത്താൻ ഇരുട്ടിലൊരാൾ വന്നപ്പോ പൊന്നുമോൾ ഉറക്ക നിലവിളിച്ചു, അച്ഛാ എന്ന് ഉറക്ക നിലവിളിച്ചപ്പോഴാണ് ആ പൊന്നുമോള് വെളിച്ചത്തിൽ കണ്ടത് തന്റെ മാനം കടത്താൻ വരുന്നത് തന്റെ അച്ഛനാണെന്ന്. ഇനി ആരെയാണ് ആ പൊന്നുമോള് നിലവിളിക്കുക? സഹോദരങ്ങളെ, ഈ സമകാലീന ലോകത്തിന്റെ വാർത്താവരികൾക്കിടയിലൂടെ കടന്നു പോകാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് ബോധപൂർവം ഞാൻ എന്റെ സദസ്സിനോട് പറയാ, ഈ വാർത്തകളുടെ ഇടയിൽ ഞാൻ ഖുർആനിൽ നിന്നൊരു വീടിനെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. എന്തിനാണെന്നറിയോ? അള്ളാഹു വീടിനെ കുറിച്ച് 8 സ്ഥലങ്ങളിലാണ് ഖുർആനിൽ പറഞ്ഞത്. ഇന്ന് ഈ സദസ്സ് കഴിഞ്ഞ നാളെ നമ്മുടെ വീടുകളിൽ ഐശ്വര്യത്തിന്റെ മാരിവില്ലുകൾ തെളിയണം. നാളെ നമ്മുടെ വീട് അനുഗ്രഹത്തിന്റെ വിളക്കുകൾ തെളിയണം. അള്ളാഹു ഒരൊറ്റായത്തിൽ തന്നെ വീടിനെ കുറിച്ച് പറഞ്ഞത് 3 കാര്യങ്ങളാണ്. സമയമില്ലല്ലോ സഹോദരങ്ങളെ, അതുകൊണ്ട് വിഷയം വിശാലമായത് കൊണ്ട് ഞാൻ നിങ്ങളോട് തുടങ്ങുകയാണ്. ഒരൊറ്റായത്തിൽ അള്ളാഹു വീടിനെ കുറിച്ച് പറഞ്ഞത് 3 കാര്യങ്ങളാ. ഒന്ന്, നിനക്ക് തലചായ്ക്കാൻ ഒരു വീട് തന്നതാരാ? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറയുന്നുണ്ട്, വീട് തന്നത് അല്ലാഹുവാണ്. ഒന്ന്, അതവന്റെ അനുഗ്രഹമാണ്. ഒരാൾക്ക് വീടില്ലാത്ത എത്രയെത്ര ആളുകൾ ഇപ്പോഴും വാടക തിണ്ണകളിൽ കഴിയുന്നവർ, സ്വന്തമായിട്ടൊരു വീട് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ചുരുക്കി പറയട്ടെ, രണ്ടാമത് അല്ലാഹു വീടിനെ കുറിച്ച് പറഞ്ഞത് ആരുടെ വീട്? ബ്രൂണേ സുൽത്താന്റെ വീടല്ല, അംബാനിയുടെ വീടിനെ കുറിച്ചല്ല, നമ്മുടെ വീടിനെ കുറിച്ച് അല്ലാഹു പറയുന്നു. ഒരു വീടുണ്ടായിട്ട് കാര്യമില്ല, ചോർന്നൊലിക്കാടെ കിടക്കാനൊരു വീടുണ്ടായിട്ട് കാര്യമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കട്ടപ്പെട്ട് ബേജാറോടെ വൈകുന്നേരം വീട്ടിലെത്തുമ്പോ മിമ്പുയൂത്തിക്കും സകനാ, നിന്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവണം. വീടുണ്ടായിട്ട് കാര്യമില്ല. രണ്ടാമത്തത് മിമ്പുയൂത്തിക്കും സകനാ, വീടിന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവണം, സമാധാനമുള്ള വീടാവണം. ഇന്ന് നമ്മുടെ വീടുകളിൽ സമാധാനം ഒരു ചതുർത്ഥ്യാക്ഷരമായി മാറുമ്പോ, നിന്റെ വീടുകളിലോട്ട് കയറി ചെല്ലുമ്പോ രണ്ടാമത് വീട്ടിൽ സമാധാനം ഉണ്ടാവണം. മൂന്നാമതായി അല്ലാഹു പറഞ്ഞത്, ഏത് വീട് വെക്കുമ്പോഴും വമത്താന ഇലാഹി, ആ വീട് നിന്റെ ശാശ്വതമായ ഭവനമല്ല. ആ വീട്ടിൽ കുറച്ച് നാളെ നിനക്ക് താമസിക്കാൻ കഴിയൂ. നാളെ അവിടെ നിന്ന് പള്ളിപ്പറമ്പിലെ യഥാർത്ഥ വീട്ടിലേക്ക് നീ പോകേണ്ടവനാണെന്നുള്ള ബോധം വേണം. എത്ര ചെറിയ വീടാകട്ടെ, എത്ര വലിയ വീടാകട്ടെ, ഏത് വീട്ടിൽ താമസിച്ചാലും നിനക്ക് ബോധം വേണം, എന്റെ യഥാർത്ഥ വീട് പള്ളിപ്പറമ്പിലാ. ദുനിയാ ഗയേ മുസാഫിർ മൻസിൽ തെരീ ഖബർ ഹേ, ദുനിയാവിലെ വഴി യാത്രക്കാരാ, മനസ്സിൽ തെരീ ഖബർ ഹേ, നിന്റെ വീട് ഖബറാണെന്നുള്ള ഓർമ്മ വേണം. അല്ലാഹു നമുക്ക് ആ ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഓർമ്മ നൽകട്ടെ. വീടിനെ കുറിച്ച് മൊത്തം ഖുർആൻ പറഞ്ഞ 8 കാര്യങ്ങളാണ്. ഒന്ന്, വീട് തന്നത് അല്ലാഹുവാണ്.
2, വെറും ഒരു വീട് കെട്ടിണ്ടാക്കിയിട്ട് കാര്യമില്ല. മിൻ ബുയൂത്തിക്കും സക്കന, ആ വീട്ടിൽ എപ്പോഴും സന്തോഷം ഉണ്ടാവും. നമ്മുടെ വീടിനെ അള്ളാഹു സന്തോഷമാക്കട്ടെ. രണ്ടാമത് അള്ളാഹു പറഞ്ഞു നമ്മുടെ വീട് സക്കന, അതിൽ സന്തോഷം ഉണ്ടാകണം. സന്തോഷം ഉണ്ടാകണം. 3, ഇനി അവിടെ നിന്ന് നമുക്ക് തുടങ്ങാൻ വീട്ടിലേക്ക്. 3, എത്ര വലിയ വീട് വെച്ചാലും ഇലാഹീൻ, കുറച്ചു കാലത്തേക്ക് അതിനകത്ത് താമസിക്കാൻ പറ്റും. നൂറ്റാണ്ടുകളോളം അതിൽ താമസിക്കാൻ പറ്റില്ല. ഇവിടെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വീട് ഞാൻ പറയുന്ന വിഷയം വീടാണ്, അല്ലാതെ പെണ്ണുമുണ്ട് ആണുമുണ്ട് മക്കളുണ്ട്, എല്ലാവർക്കും പറ്റിയ വിഷയമാണ്. പക്ഷെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഖുർആൻ നമ്മോട് വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞ ഒരു വിഷയം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നോട് കുറെ പേപ്പർ എഴുതുന്നു, ഉസ്താദെ കന്നിമൂലയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാനിപ്പോൾ കന്നിമൂല അടുക്കളയും ബാത്റൂമും പറഞ്ഞുകൊണ്ടിരുന്ന വാത് പറയാൻ പറ്റൂ? നമ്മൾ ഉസ്താദെ കന്നിമൂലയെ കുറിച്ച് എന്താണ്? നിങ്ങൾ വീട് വെക്കുമ്പോൾ കന്നിമൂല ഒന്നുമല്ല, കന്നിമൂല പലർക്കും പല അടിസ്ഥാനങ്ങളിലാണ്. ഇവിടെ നിങ്ങൾ ഖുർആൻ പറഞ്ഞൊരു വിഷയമാണ്. എന്താ വിഷയം? 1, ഖുർആനിലുള്ള വിഷയമാണ്. അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിഷമമല്ലോ ഉണ്ടാവോ? ഉണ്ടെങ്കിൽ തന്നെ എനിക്കൊരു ചുക്കൂല്ലെന്ന് പറയാനാ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞ കാര്യം പിന്നെ പറയാതെ പിന്നെ വിഷമം നോക്കിയിട്ട് കാര്യമുണ്ടോ? ആരെങ്കിലും വിഷമം നോക്കിയിട്ട് പറയാനുള്ളതല്ലല്ലോ ഖുർആൻ. ഖുർആൻ അങ്ങനെ തന്നെ പറയുമ്പോൾ പലർക്കും വിഷമുണ്ടാവും. ഇപ്പൊ ഇന്ന് ഫേസ്ബുക്കില് എന്റെ ഒരു പ്രസംഗം എടുത്തിട്ട് വിവാദമാക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, സ്വർഗത്തിൽ പോകുമ്പോൾ വിശ്വാസികൾക്ക് അള്ളാഹു കള്ളു കൊടുക്കും എന്നുള്ളൊരു പ്രസംഗമുണ്ട്. അതൊരു യുക്തിവാദികളുടെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് സ്വർഗത്തിൽ കള്ളുണ്ട് അത്ര, അതുണ്ട്, അത് കുടിക്കാനല്ല നമ്മളിവിടെ കുടിക്കാതിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് നിങ്ങളുടെ വീടുകളുമായി പ്രധാനപ്പെട്ട 3ാമത്തെ വിഷയം. അള്ളാഹു പറയാണ് ആ വീട് നിങ്ങൾ കുറച്ചൊരു കാലഘട്ടത്തിലേക്ക് മാത്രമാണ്. നൂറ്റാണ്ടുകളോളം നിങ്ങൾക്ക് ആ വീട്ടിൽ കിടന്ന് താമസിക്കാൻ കഴിയില്ല. ഇന്നത്തെ ഒരു കണക്ക് വെച്ച് തന്നെ ഒരു വീട് വെച്ചാൽ ഏതാണ്ട് ഏറ്റവും കൂടുതൽ അതിന്റെ കോൺക്രീറ്റിന്റെ വാർപ്പ് 20 വർഷം വരെയാണ് നിർമ്മാതാക്കള് ബിൽഡേഴ്സ് കാലാവധി പറയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടൊരു കഥ പറയുന്നതെന്നറിയോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് മുമ്പ് ഒരു സമൂഹം ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്നു അത്രേ. അലം തര കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ്. ഇന്നത്തെ യമനിലെ ഇറമ പ്രദേശത്ത് ജീവിച്ചിരുന്ന ആദ് സമൂഹം, ആദ് ഗോത്രം എന്ന് പറയുന്ന ഒരു ഗോത്രപ്രദേശം ഇന്നത്തെ യമനിന്റെ ഭാഗത്തുള്ള ഇറമ പ്രദേശത്ത് ജീവിച്ചിരുന്നുവത്രേ. ഈ കാണുന്ന കൊന്നത്തെങ്ങിനേക്കാൾ വലിപ്പമുള്ളവർ അള്ളാഹു അവർ ഈ ഭൂലോകത്ത് നിന്നൊരു പേമാരി കൊണ്ട് തകർത്ത് കളഞ്ഞുവത്രേ. സഖറഹാലൈഹിം സബ്അലയാലിൻ വസമാനിയത അയ്യാം. 7 രാത്രിയും 8 പകലും നീണ്ടു നിന്നൊരു പേമാരി തിമിർത്തു പെയ്തപ്പോ അവരുടെ വീടുകളോടുകൂടി അവരെ തകർന്ന് തരിപ്പണമായി ചത്തുപോയെന്ന് വിശുദ്ധ ഖുർആൻ. ഞാൻ ഈ കഥ പറയുന്നത് എന്തിനെന്നറിയോ? സൂറത്തുൽ ഫജ്റിൽ നമ്മൾ എപ്പോഴും പാരായണം ചെയ്യുന്ന ആയത്താ. ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കൊന്നത്തെങ്ങിനേക്കാൾ വലിപ്പമുള്ള ഒരു സമൂഹത്തെ അല്ലാഹു മഴ പെയ്തിട്ട് തകർത്തതിന്റെ കാരണമേതാ? പല കാരണങ്ങളും പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു പറയുന്നൊരു കാരണത്തിന് നിങ്ങളോട് പങ്കുവെക്കട്ടെ. എന്തിനാണിത് പറയുന്നത്? എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ സൂക്ഷിക്കാൻ. അല്ലാഹു പറയാണ് ഇറമദാത്തിൽ ആദ് ഗോത്രക്കാരുടെ പ്രത്യേകത അവര് തൂണിന്റെ ആളുകളായിരുന്നു അത്രേ. അവര് ധാരാളമായി വീട് വെക്കുമ്പോൾ ധാരാളമായിട്ട് തൂണുകൾ വെച്ചവരാ. പ്രിയപ്പെട്ട ഓരോ പ്രവാസികളോട് സഹോദരങ്ങളോട് സഹോദരിമാരോടും അള്ളാഹുവിന്റെ ഖുർആനയുടെ സമൂഹത്തിന്റെ പതനത്തിന്റെ കാരണമായി പറഞ്ഞ ആ ഒരു സംസ്കാരം നമ്മുടെ വീട് നിർമ്മാണത്തിൽ ഇപ്പൊ വരാറുണ്ട്. നമ്മുടെ കേരളത്തിന്റെ വീടുകളിൽ അനാവശ്യമായി തൂണുകൾ കൊടുക്കുക, എന്നിട്ട് ലക്ഷങ്ങൾ ദൂർത്തടിച്ച് കളയുക. എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരാ, ഗൾഫിന്റെ മണലാരുണ്യത്തിലെ കിടന്ന് കട്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ടുപോയി ഇത് ബാക്കി പറയുന്നത് എന്തിനാ? അള്ളാഹുവിന്റെ ഖുർആനാണിത്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ അറിവ് പറയലെന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ആരെയും വിമർശിക്കലല്ല. നിങ്ങൾക്ക് മുമ്പേ
കഴിഞ്ഞു പോയൊരു സമൂഹത്തെ ഞാൻ തകർത്തതിന്റെ ഒരു കാരണം അവര് തൂണുകളുടെ ആളുകളായിരുന്നു. ആരായിരുന്നു അവർ? അല്ലാഹു അവർക്ക് കൊടുക്കുന്ന സാമ്പത്തിക ഭദ്രത കുന്തിരിക്ക കച്ചവടമാണ്. കുന്തിരിക്കം കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്ക്. ആ സമ്പത്ത് മുഴുവനും വീടിന് വേണ്ടി ചെലവഴിച്ചിട്ട് തികയാതെ വന്നപ്പോ ആ നാട്ടിലൂടെ ഒഴുകിപ്പോയ പുഴയിൽ നിന്ന് വെള്ളമെടുത്ത് വഴിയാത്രക്കാർക്ക് പൈസയ്ക്ക് കച്ചവടം ചെയ്ത് വീടുകൾക്ക് തൂണുകൾ വെച്ചു. അനാവശ്യമായ തൂണുകൾ. ഇന്ന് നമ്മുടെ കേരളത്തിലേക്ക് പുതിയ പുതിയ വീടിന്റെ നിർമ്മിതികൾ വന്നപ്പോ ലക്ഷങ്ങളാണ് തൂണുകൾ വെച്ച് കളയുന്നത്. എന്തിനാണ് മോനെ? ഗൾഫിൽ കിടന്ന് കട്ടപ്പെടുന്ന പൈസ ഇങ്ങനെ വെറുതെ തൂണുകളിൽ കുഴിച്ചിടരുത്. ഇവിടെ കിടന്ന് കട്ടപ്പെടുന്ന പൈസ വെറുതെ തൂണുകളായി കളയരുത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഞാനിത് പറയുന്നത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇവനിപ്പൊരു പുതിയ അറിവ് പഠിപ്പിക്കാൻ ഇവനാരാ? ഇത് ഖുർആനിലുണ്ട്. വീട് വെക്കുമ്പോ തൂണുകൾ ധാരാളമായി വെക്കരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് പഠിപ്പിക്കുകയല്ല. എന്റെ പ്രഗത്ഭന്മാരായ മുദരിസീങ്ങളും ഖത്തീബീങ്ങളും എന്റെ മുമ്പിലും പുറകിലും ഇരിക്കുന്നുണ്ട്. അവരോട് ഞാൻ പറയാ, പാണ്ഡിത്യം വിളമ്മാ വന്നതല്ല ഞാൻ. പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല. ലാളിത്യം പറയാ ഞാനൊരു സാത്വികനല്ല. ത്യാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല. ഇഷ്ക് പറയാ ഞാനൊരു ആഷിക്കല്ല. വൈദഗ്ധ്യം പറയാ ഞാനൊരു വിദഗ്ധനല്ല. പിന്നെ ഞാനാരാ? അല്ലാഹുവിന്റെ ഖുർആനിനെ പ്രചരിപ്പിക്കുന്ന ഒരു 18 വർഷമായിട്ടാ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, നിങ്ങളുടെ വീടുകൾ കാലാകാലം നിലനിൽക്കുന്നതല്ല. ഇറമദാത്തിൽ ആവശ്യമില്ലാതെ തൂണുകളിൽ നിങ്ങളുടെ പൈസകൾ കുഴിച്ചിടരുതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞെങ്കിൽ പരിഭവമുണ്ടോ? ഖുർആൻ ഇറമദാത്തിൽ ഇമാദ്. എന്താ ദാത്തു ഇമാദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? തൂണിന്റെ ആളുകൾ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളോട്, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ വെറുതെ ഫില്ലറുകൾ, അത് വീടിന് ബലമുണ്ടാക്കാൻ വേണ്ടി എഞ്ചിനീയർ പറഞ്ഞാണെങ്കിൽ ഓക്കെ. അതല്ല, ഒരു വീട് നിർമ്മാണത്തിൽ ഒരു തൂണ് കൊടുക്കുമ്പോ ഇതൊക്കെ വാതിനെ ഒന്ന് പഠിക്കണ്ടല്ല. വെറുതെ കബറും കഫൻ തുണി മാത്രം പറഞ്ഞാൽ മതിയോ? വീട് വെക്കുമ്പോ ഒരു ഫില്ലർ വെറുതെ ഷോയ്ക്ക് വേണ്ടിയാണ് വെക്കുന്നതെങ്കിൽ ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, അത് പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ഖുർആൻ ഇതിനൊക്കെ പൂർണ്ണമായ നിയന്ത്രണങ്ങളുണ്ട്. സെൻഷെയ്ഡ് താങ്ങി നിർത്താൻ 20 മീറ്ററിന്റെ ഒരു തൂണ്. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ ഈ പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങൾ ഭർത്താവിന് പറയും, ആ വീട് കണ്ട, ഈ വീട് കണ്ട, അത് കണ്ടോ, ഇത് കണ്ടോ. വെറുതെ ഒരു ഫില്ലറൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ എത്ര റുപ്യാണ്? 2 ലക്ഷം 3 ലക്ഷം വേണം. അതുണ്ടെങ്കിൽ എന്നാൽ വേണ്ട സാധനം വീട്ടിൽ ഉണ്ടാക്കുമോ? വീട്ടിൽ ഒതു എടുക്കാനൊരു സൗകര്യം നമ്മുടെ വീട്ടിൽ ഒരിടത്തുമില്ല. അത് ഉസ്താദെ ബാത്റൂമിൽ നിന്ന് എടുത്താൽ മതി. ബാത്റൂമിൽ നിന്ന് എടുക്കൽ കറാഹത്താണ് അല്ലേ? തൂണുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അകത്തൊരു നിസ്കാരമുറി ഇല്ല, ഒലുവെടുക്കാനുള്ള സൗകര്യം ഇല്ല. ബാത്റൂമിൽ ഒലുവെടുത്ത് ദിവസവും കറാഹത്തും ചെയ്ത് നമ്മൾ നിസ്കരിക്കും. ആവശ്യമില്ലാത്തതിനോ എല്ലാ സൗകര്യമുണ്ട് വീട്ടിൽ, പക്ഷേ നമ്മുടെ വീടുകൾ വേണ്ട സൗകര്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മൂന്നാമത്തെ കാര്യം, നമ്മുടെ വീട് വെക്കുമ്പോൾ അനാവശ്യമായ നിർമ്മിതികൾ അതിൽ പാടില്ല, പ്രത്യേകിച്ച് തൂണുകൾ. 4. ഇനി നാലാമത്തെ കാര്യം, നമ്മൾ ഇങ്ങനെ ഈ ഫില്ലറുകളും തൂണുകളും ഒക്കെ കൊടുക്കണം എന്തിനാണ്? ഇവിടെ ഒന്നും അങ്ങനെ കൊടുക്കാറില്ലേ? ഇവിടുത്തെ വീടിന് തൂണയില്ലേ? തുപ്പലൊട്ടിച്ച് വെച്ചിരിക്കാതെ തൂണുകൾ ഇവിടെ കൊടുക്കാറില്ലേ? ഇപ്പൊ കണ്ടംപററി സ്റ്റൈലൊക്കെ ആയി കഴിഞ്ഞപ്പോ ആവശ്യം എത്ര വലിയ വീടാകട്ടെ ആവശ്യത്തിനായിക്കോളെ. എഞ്ചിനീയർ പറയാൻ ഇതില്ലെങ്കിൽ ബലക്ഷയം ഉണ്ടാവും. ഓക്കെ, ബലക്ഷയത്തിന് വേണ്ടിയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പാടില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഈ തൂണൊക്കെ കൊടുക്കുന്ന എന്തിനാണ്? എന്തിനാ കൊടുക്കുക? നമ്മൾ ഉറങ്ങാണ്, ബലം കിട്ടാനല്ലേ, താങ്ങി നിർത്താനല്ലേ. ഇത്രയും ഒരു വലിയ വീട് താങ്ങി നിർത്താൻ ബലത്തിനാണ് തൂണ് കൊടുക്കല്ലേ. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ വീടിന്റെ ഏറ്റവും വലിയ താങ്ങി നിർത്തുന്ന ബലമുള്ള തൂണ് ഏതാ? നമ്മുടെ വീടിനെ നാം കട്ടപ്പെട്ടുണ്ടാക്കിയ സഹോദര, നമ്മൾ കട്ടപ്പെട്ട ജന്മസ്വപ്നം. ഒരു വീട് ഏതൊരുത്തന്നെ ഈ സ്വപ്നമാണ്. അള്ളാഹു വീടില്ലാത്തവർക്ക് അള്ളാഹു വീട് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു വീട് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞാൻ ജീവിതത്തിൽ സന്തോഷം സങ്കടം കൊണ്ട് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്.
സന്തോഷം കൊണ്ട് നിർത്താതെ കരഞ്ഞ് ഞാൻ വീട് വെച്ചതിനാന്ന്. അത് എത്ര വലിയവനാകട്ടെ എത്ര ചെറിയവനാകട്ടെ സ്വന്തമായിട്ട് അവന്റെ ഭാര്യയും മക്കളുമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ ആരും കൈ പിടിച്ചിറക്കി വിടാതെ ഒരു വീട് വെക്കുന്ന ദിവസം, അതിന്റെ ഹൗസ് വാമിങ് നടക്കുന്ന ദിവസം ഒരു വലിയ സന്തോഷമാണ്. എനിക്ക് സ്വന്തമായിട്ടൊരു വീടായി. അള്ളാഹു ഇതില്ലാത്ത സാധുക്കൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥത്തിൽ ആ വീടിന് താങ്ങി നിർത്തുന്ന ഏറ്റവും ബലമുള്ള തൂണാരാ? യഥാർത്ഥത്തിൽ നമ്മുടെ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബലവത്തായ തൂൺ നമ്മുടെ ഭാര്യയാണ്. ആ തൂണാണ് ഇത് നിരന്നിരിക്കുന്നത്. എന്നാൽ ആ തൂണിന് എന്ന് ചെതലിരിക്കുന്നുവോ? വീടിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചോളി. ഭാര്യ എന്ന് പറയുന്ന ഒരു വീടിന്റെ അടിസ്ഥാനപരമായ തൂണിന് ഏത് സമയത്ത് ചെതലിരിക്കുന്നുവോ അന്ന് ആ വീട് തകർന്നിട്ടുണ്ടോ? കാരണം ഏറ്റവും ബലവത്തായ തൂൺ അത് ഭാര്യയാണ്. ഏത് ഭാര്യ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ, ഒരു മനുഷ്യനൊരു പുരുഷൻ അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹം തഖ്വല്ലാഹ്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കലാ. ഈ ലോകത്തേക്ക് ഏത് സമയത്തും ഹറാമിലേക്ക് പിശാച് വലിച്ചു കൊണ്ടുപോകുന്ന കാലഘട്ടങ്ങളിൽ പിശാചിന് വഴിപ്പെടാതെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുവാൻ ഏതെങ്കിലും ഒരു പുരുഷൻ അള്ളാഹു സൗഭാഗ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു അവന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തഖ്വല്ലാഹ്. അത് അള്ളാഹുവിനെ തഖ്വ അനുസരിച്ച് ജീവിക്കലാ. തഖ്വ കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം അൽ മറഅതു സാലിഹ, അവന്റെ സാലിഹത്തായ ഭാര്യയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു പുരുഷന് തഖ്വ കഴിഞ്ഞാൽ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവന്റെ സാലിഹത്തായ ഭാര്യ. എപ്പോഴും പുരുഷൻ അവന്റെ വീടിന്റെ വെളിയിലാണ്. അവന് ജീവിതത്തിന്റെ രണ്ടറ്റത്തിനു വേണ്ടി വീടിന്റെ വെളിയിലോടുമ്പോ ഭർത്താവില്ലാത്ത സമയത്ത് വീടിന്റെ നെടുന്തൂണായി ബലമായി ആ ഭർത്താവിന്റെ മക്കളെ വളർത്തി കൊടുക്കുന്ന ഒരു ബലവത്തായ തൂണ് നമുക്ക് കിട്ടിയോ? അള്ളാഹു നമുക്ക് നൽകുന്ന പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിലമതിക്കാൻ കഴിയാത്ത ജീവിതത്തിൽ റബ്ബിനത്ര സുജൂദ് ചെയ്താലും തീർക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ അനുഗ്രഹമേതാ? നമ്മുടെ ഉയർച്ചയിലും നമ്മുടെ താഴ്ചയിലും നമ്മുടെ ഉത്ഥാനത്തിലും നമ്മുടെ പതനത്തിലും നമ്മുടെ ആകുലതയിലും നമ്മുടെ വ്യാകുലതയിലും ഏത് സമയത്തും നമ്മുടെ മക്കളെ വളർത്തിത്തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഫാത്തിമ എന്ന പ്രിയപ്പെട്ട പൊന്നുമോളെ സംഭാവന ചെയ്ത സമർപ്പണത്തിന്റെ ലോകത്തിലെ നിസ്തുലമായ മാതൃകയായ ഖദീജയെ പോലെ, ഇസ്മായിൽ നബി ഇബ്രാഹിം നബിക്ക് കയ്യിലേൽപ്പിച്ചു കൊടുത്ത ഹാദറയെ പോലെ ലോകത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാറാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. ആരാണ് ഹാദറ? ഇവിടെ പാരാവാരം പോലെ പറന്നു കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ, ഈ വഅദ് കഴിയുമ്പോഴും ഈ വഅദ് പറയുമ്പോഴും അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഉംറ കഴിഞ്ഞിട്ട് ഇന്നലെ മദീനയിൽ നിന്ന് പച്ചക്കുപ്പയിൽ സലാം പറഞ്ഞിട്ട് ജുമാ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് മഹാനായ ശൈഖ് ഹുദൈഫി. 80 വയസ്സായിട്ടും വാർദ്ധക്യത്തിന്റെ അവശതകൾ വകവെക്കാട് മദീന റൗളയുടെ മിമ്പറിൽ കയറി ഖുത്ബ ഓതി ബഹുമാനപ്പെട്ട ശൈഖ് ഹുദൈഫി. ആ ഹുദൈഫിയുടെ ഖുത്ബയിൽ പങ്കെടുത്തിട്ട് പച്ചക്കുപ്പയിലോട്ട് കടന്നു. എന്തോ ഒരു തിരക്കാണ് ഇവിടെ, എത്രയേറെ തിരക്കുകളാണ് ഇവിടെ. പാരാവാരം പോലെ ഹറം പതിഞ്ഞൊഴുകുന്നു. 10,000 ആളുകൾ സലാം പറയുന്നു. എന്റെ ഒരു മോളെയും എന്റെ കയ്യിലെടുത്ത് മക്കളെയും എടുത്ത് സലാം പറഞ്ഞ് ഇറങ്ങി വരുമ്പോ ആ സമയത്തിന്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ചിത്രമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ ചിത്രമേടെന്നറിയോ? നട്ടുച്ച നേരമാണ്, ജുമുഅ സമയം. വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോ 2 മക്കൾ കയ്യിൽ തൂങ്ങി എന്റെ പൊന്നുമോൾ എന്റെ തോളത്തുമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമ്പോ ബാബു സലാമിലൂടെ കിടന്ന് ബാബു ജിബ്രീലിലൂടെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ അതാ പരിശുദ്ധമായ മദീനയുടെ മുറ്റത്ത് ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ
സമ്പത്തിന്റെ കുടകൾ ഇങ്ങനെ മിഴി തുറക്കുന്നു. നട്ടുച്ച നേരത്തെ തണലൊരുക്കി ഒരു കൊടയുടെ കീഴിൽ 800 പേർക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ടത്രേ. മുത്തുനബിയുടെ കൊട്ടാരമാണ്, സ്വർണത്തിന്റെ ശബളിമയാണ്. ആ കുട ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോ ആ സമയത്തിന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നതേറെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട നെല്ലിപ്പറമ്പിൽ ഈ വേദ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരിമാരോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയം അല്ലാഹുവിന്റെ റസൂൽ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയി. ആയിഷ ബീവിയുടെ വീട്ടിൽ ലോകത്തിന്റെ നായകന്റെ ഭൗതിക ശരീരം കിടക്കുമ്പോ മദീന മുഴുവന് തേങ്ങിക്കരഞ്ഞു അത്രേ. മദീന മുഴുവന് നിർത്താതെ കരച്ചിലാണ്. അല്ലാഹുവിന്റെ റസൂല് വിട പറഞ്ഞു പോയല്ലോ. ചെകുത്താന്റെ കണ്ണുമായി വന്ന് കൊല്ലാമെന്ന ഉമർ പോലും നിൽക്കാതെ കരഞ്ഞു പോയ മദീന, ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് അന്ന് കരഞ്ഞതുപോലെ പിന്നെ മദീന ലോകചരിത്രത്തിലെ രണ്ടാമതൊരൊറ്റ പ്രാവശ്യമേ കരഞ്ഞിട്ടുള്ളൂ. വീടിനെ കുറിച്ച് പറയുന്ന ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയോ, ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് അന്ന് കണ്ണുനീര് കൊണ്ട് പ്രവാഹം തീർത്ത മദീന, ആ മദീന പിന്നെ രണ്ടാമത് വാവിട്ട് നിലവിളിച്ചത് രണ്ടാമതൊരൊറ്റ സമയത്താണ്. അതേത് സമയത്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുടെ ഫാത്തിമയുടെ വഫാത്തിന് അന്നല്ല, ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലഘട്ടങ്ങളിൽ ഹബീബായ നബി തങ്ങളുടെ ആ പച്ചക്കുടകളിൽ നിന്നിരുന്ന കാലം അവിടെയായിരുന്നു കുറെ വീടുകൾ ഉണ്ടായിരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ, ഇന്ന് നമുക്ക് കോൺക്രീറ്റ് സൗധങ്ങളുണ്ട്, നമുക്ക് സുന്ദരമായ വീടുകളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആ വീടിന്റെ ഉള്ളിൽ കിടക്കുന്നവരോട് ഒരു രാത്രി പോലും സമാധാനമില്ലാതെ മക്കളെ കുറിച്ചോത്ത് കണ്ണുനീര്, ഭാര്യയെ കുറിച്ചോത്ത് കണ്ണുനീര്, കടമോത്തിട്ട് കണ്ണുനീര്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഹബീബായ നബി തങ്ങളെ റൗളയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ ആ സമയത്താണ് കണ്ടുപോയത്. പച്ചക്കുപ്പിയിലിരുന്ന് സലാം പറയണം, അകത്തൊന്ന് കയറി നിസ്കരിക്കണം എന്ന് ഇടത്തോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ആ സമയത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഒരു സ്വർണത്തിന്റെ കളർ പൂശിയ തൂണുണ്ടത്രേ, അതിന്റെ മുകളിൽ വൈദ്യുത ബൾബുകൾ മിന്നിത്തിളങ്ങുന്നത്രേ, അതിൽ സ്വർണത്തേക്കാൾ വെളിച്ചത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മിഹ്റാബു ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മിഹ്റാബ്, ഉസ്തുവാനത്തു ആയിഷ, ആയിഷയുടെ തൂണ് എടന്നറിയോ പെങ്ങള്? അവിടെയാണ് ആയിഷ ബീവി തഹജ്ജുദ് നിസ്കരിച്ചത്, അവിടെയാണ് ഫാത്തിമ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞത്, അവിടെയായിരുന്നു ആയിഷ ബീവിയുടെ വീടുണ്ടായിരുന്നത്. ഞാൻ ചിന്തിച്ചു പോയി, അല്ലാഹുവേ, പഴയകാല മദീനയായിരുന്നുവെങ്കിൽ ഈ കുടകൾ നിൽക്കുന്ന സ്ഥലത്താണ് കുറെ വീടുകൾ ഉണ്ടായിരുന്നത്. ഞാനൊരു വീടിനെ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവി, അതിന്റെ വലതു ഭാഗത്ത് ഹിജ്റ 1-ാം വർഷം റസൂലുള്ള ഒരു വീട് വെച്ചു. അല്ല അല്ലാഹുവിന്റെ റസൂൽ ഒരു മുറി ഉണ്ടാക്കി, 8 മുഴം നീളം 10 മുഴം വീതിയുള്ള ഒരു മുറി. അത് ബഹുമാനപ്പെട്ട സൗദ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തു. 3-ാമത്തെ വർഷം തൊട്ടടുത്ത് വേറൊരു മുറി ഉണ്ടാക്കി. വീടല്ല പെങ്ങള്, ഇന്ന് നമ്മുടെ വീട്ടിൽ സമാധാനമില്ല, ഇന്ന് നമ്മുടെ വീട്ടിലെ സങ്കടങ്ങൾ മാത്രം. ആ ഒരു കൊച്ചു മുറിയിലാണ് സന്തോഷം മരതല്ലിയത്. ആ വീട് ആയിഷ ബീവിക്ക് കൊടുത്തു. ഇതര 4-ാം വർഷം അടുത്ത റൂം ചേർത്ത് പണിതു. അത് ബഹുമാനപ്പെട്ട സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തു. ഇങ്ങനെ കാക്ക കൂടുണ്ടാക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിക്ക് ചുറ്റും ഓരോ റൂമുകൾ ഉണ്ടാക്കി. ലോകത്തിലെ ആദ്യത്തെ 1,00,000 വീട് കോളനി അത് മദീനത്തെ പള്ളിയുടെ ചുറ്റുമായിരുന്നു. ആ വീടിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? മദീന മുഴുവനും വാവിട്ട് നിലവിളിക്കുകയാണ്. എന്തിനാണ് നിലവിളിക്കുന്നതെന്നറിയോ? ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലഘട്ടത്തിൽ അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള വീടുകൾ പൊളിക്കാൻ പോവുകയാ. മദീനത്തെ പള്ളി വിപുലീകരിക്കാൻ പോകുന്നു, വീട് പൊളിക്കാൻ പോകുന്നു. മഹാനായ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ ദുഃഖം കണ്ട മുറി, വീടില്ല,
വീടല്ല മങ്ങളെ, ഒരു കൊച്ചു റൂമാണ്. ആ റൂമിനെ കുറിച്ചാണ് ഖുർആനിലെ അധ്യായത്തിന് പേരിട്ടത് സൂറത്ത് ഹുജറാത്ത്. ഹുജർ എന്ന് പറഞ്ഞാൽ മുറി, ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ റൂമുകൾ. ആ റൂമിനാണ് മഹദിയായ സഫിയ റളിയല്ലാഹു തആല ഇരുന്നത്. അവിടെയാണ് ജീവിതത്തിന്റെ പട്ടിണി കണ്ടത്. ആ വീടത്ര നല്ല വീടായിരുന്നു. അവിടെയാണ് വീടിന്റെ നെടുന്തൂണുകൾ ഉണ്ടായിരുന്നത്. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോ അവിടുത്തെ ഭാര്യ സഫിയ റളിയല്ലാഹു അൻഹാ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അറബി പെണ്ണുങ്ങളുടെ കുപ്പായം തയ്ച്ചു കൊണ്ടിരിക്കുകയാണ്. കുനിഞ്ഞിരുന്നിട്ട് കുപ്പായം തയ്ച്ചു കൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹിയുടെ ഭർത്താവ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന് സലാത്തില്ലെങ്കിൽ ഇനി എന്നാണ് സലാത്ത് ഉണ്ടാവുക? റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ, താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ. ഈ സലാത്തുകൾ അറബിക്കടലിന്റെ അരമാലയും കടന്ന് മദീനത്തിന്റെ റൗളയുടെ പച്ചക്കുബ്ബയുടെ നാട്, കൊച്ച കുബ്ബയുടെ നാട് പ്രാവുകൾ ഏറ്റെടുത്തിട്ട് ഈ സലാം അടക്കട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബ നൂറ മുജസ്സം യാ ഹബീബ നൂറ മുഅല്ലം അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഒരു അനുഭവമാണ് സഹോദരങ്ങളെ, മദീന ഒരു അനുഭൂതിയാണ്. ഇന്നലെ വെള്ളിയാടുത്ത ദിവസം ഹറമിന് വല്ലാത്ത തിരക്ക്. 9 മണിക്ക് ഹറമിന്റെ ഉള്ളിൽ കയറി. അള്ളാഹു വലിയൊരു അനുഗ്രഹം ചെയ്തതുപോലെ തിരക്കിന്റെ ഇടയിലും റൗളയുടെ തൊട്ട് പുറകിൽ തന്നെ സ്ഥലം കിട്ടി മക്കളോടൊത്ത് ഏതാണ്ട് 3.5 മണിക്കൂറോളം ചുമയെ പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുന്ന ഓരോ സമയത്തും ചിന്തിച്ചു പോയി, അല്ലാഹുവേ എവിടെയാണ് ഇരിക്കുന്നത്, ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നത്? എന്റെ രണ്ടാമത്തെ മോൻ മെല്ലെ ഒന്ന് ശബ്ദമുണ്ടാക്കി. ഞാൻ പറഞ്ഞു, മോനെ മുത്ത് റസൂലിന്റെ മുമ്പിലാണ്. ലാ തർഫഉ അസ്വാതകും, നമ്മുടെ കൊച്ചു മക്കളൊന്ന് കരഞ്ഞാൽ ഹൃദയം പേടിക്കുന്നൊരു സ്ഥലമുണ്ടെങ്കിൽ അത് മുത്ത് റസൂലിന്റെ റൗളയുടെ മുമ്പിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ മദീനയിൽ എത്തിക്കുമാറാകട്ടെ. മദീന ഒരു അനുരാഗമാണ്. എത്ര കണ്ടാലും തീരാത്ത കാമുകിയാണ് മദീന. എത്ര പറഞ്ഞാലും തീരാത്ത അനുഭൂതിയാണ് മദീന. അല്ലാഹുവേ മദീനയിൽ എത്തിക്കണേ അല്ലാ. സത്യം പറഞ്ഞാൽ കഅബയോട് വിട പറയാൻ എമ്പടല്ല ദുഃഖം, മദീനയോട് വിട പറയുമ്പോഴാണ് ദുഃഖം. പോകട്ടെ റസൂലേ, ഇനി വരാൻ കഴിയുമോ എന്നറിയില്ല. അവിടെ ഇരിക്കുമ്പോ അല്ലാഹുവേ ഇവിടെയാണല്ലോ നടന്നത്. ഞാൻ എന്റെ കൂടെ വന്ന 450ഓളം ഹിന്ദ് ട്രാവൽസിന്റെ 450ഓളം ഹാജിമാരുണ്ട്. അവരോട് ക്ലാസ് എടുക്കുമ്പോ ഈ സംഭവം പറഞ്ഞു കൊടുത്തു. ഈ പള്ളിയിൽ നിന്നാണ് മുത്ത് റസൂല് വീട്ടിലേക്ക് വന്നത്. ഭാര്യ സഫിയ റളിയല്ലാഹു അൻഹ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ ഒരൽപ്പം ഈത്തപ്പഴം മേടിക്കാൻ അറബി പെണ്ണുങ്ങളുടെ കുപ്പായം കുനിഞ്ഞിരുന്ന് തുന്നുകയാണ്. ഭർത്താവായ റസൂലുള്ള വന്നതറിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭക്ഷണത്തിന് വഴി തേടിയിട്ട് കുപ്പായം തുന്നുന്നത് നോക്കി നിന്നു. കുറെ നേരം നോക്കി നിന്നു. സഫിയ റളിയല്ലാഹു തആല അറിയുന്നില്ല. അവസാനം വിളിച്ചു, സഫിയ. ഞെട്ടിത്തെറിച്ചു നോക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലുണ്ട്. എന്തേ നബിയേ? 2 കണ്ണുകൾ മുഖത്തോട് മുഖം നോക്കി. സഫിയ ബീവിക്ക് ജാള്യതയായി. താൻ കുപ്പായം കൂലിക്ക് തുന്നുന്നത് ഭർത്താവ് കണ്ടല്ലോ. ഭർത്താവെ അറിയിച്ചിട്ടില്ല, ദാരിദ്ര്യം അറിയിച്ചിട്ടില്ല ഇതേവരെ. കാരണം ഭർത്താവിന്റെ മനസ്സിനൊരു ബുദ്ധിമുട്ട് വേണ്ട. തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്ര സഫിയ, ആ കാണുന്ന ഉഹദ് പർവ്വതം കണ്ടോ സഫിയ? സഫിയ ബീവി ചോദിച്ചു, എന്തേ നബിയേ? ഇന്നലെ വൈകുന്നേരവും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ആ പർവ്വതം സ്വർണ്ണമാക്കി തരാമെന്ന് എന്നോട് പറഞ്ഞതാണ്. പക്ഷേ ഈ ദാരിദ്ര്യം ഞാൻ തിരഞ്ഞെടുത്തതാണ് സഫിയ റളിയല്ലാഹു തആല അൻഹാ. സഫിയ റളിയല്ലാഹു തആല അൻഹക്ക് മനസ്സിലായി. എങ്ങും തൊടാതെ ഒരു കാര്യം പറഞ്ഞപ്പോ ചാടി എഴുന്നേറ്റ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൈവിരലിൽ പിടിച്ചിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ അതിനൊരു പരാതിയും പറഞ്ഞില്ലല്ലോ മുത്ത്.
പെണ്ണുങ്ങളെ, ഒരു വീടല്ല, 8 മുഴം നീളവും 10 മുഴം വീതിയുള്ള ആകാശത്ത് മഴ പെയ്താൽ ചൊട്ടപ്പുര പോലെ ചോർന്നൊലിക്കുന്ന ആ വീടിന്റെ ഉള്ളിൽ ബലം കൊടുക്കുന്നൊരു തൂണുണ്ടായിരുന്നു. അതാണ് ബീവി സഫിയ. ഇനി നിങ്ങളെ ഞാൻ വിളിക്കുകയാണ്. മദീനയിൽ നിന്ന് 450 കിലോമീറ്റർ അകലെ മക്കയിലേക്ക് വെള്ള തുണിയും ധരിച്ചുകൊണ്ട് ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ട് 10,000 ഹറമിന്റെ മത്താഫിലൂടെ കഅബാലയത്തിന് ചുറ്റും വെച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് പറഞ്ഞു വീഴുമ്പോ ആ ലബ്ബൈക്ക് കേട്ടിട്ട് കഅബാലയത്തിന്റെ മത്താഫില് ഖബറടക്കപ്പെട്ട ഒരു പെണ്ണുണ്ട്. ഏതാണ് ആ പെണ്ണ്? ആയിഷയല്ല, സഫിയയല്ല, ഫാത്തിമയല്ല. ലക്ഷക്കണക്കിന് ആളുകളുടെ തൽബിയത്ത് കേട്ടിട്ട് ഹറമിന്റെ മത്താഫില് ഖബറടക്കം ചെയ്യപ്പെട്ടത് ഒരു കറുകരത്ത കറുമ്പി പെണ്ണ് ബീബി ഹാജറ. ഹാജറ റളിയല്ലാഹു അൻഹാ. ഹാജറക്ക് അല്ലാഹു കഅബാലയത്തിന്റെ മത്താഫിലെ ഖബറടക്കാൻ ഭാഗ്യം കൊടുക്കാൻ കാരണമേതാ? അത് ഹാജർ ചെയ്ത ഹജ്ജിന്റെ എണ്ണത്തിലല്ല, ഹാജർ ചെയ്ത സിയാറത്തിന്റെ എണ്ണത്തിലല്ല, ഹാജർ ചെയ്ത നിസ്കാരത്തിന്റെ എണ്ണത്തിലല്ല. കുഞ്ഞിനെ കയ്യിലേൽപ്പിച്ചിട്ട് ഭർത്താവ് ഫലസ്തീനിലേക്ക് പോയപ്പോ 9 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആ ഭർത്താവിന്റെ കയ്യിൽ കത്തിയെടുത്തിട്ട് കഴുത്തിൽ വെച്ചിട്ട് അറുക്കട്ട മോനെ എന്ന് ചോദിച്ചപ്പോ അറുത്തോ ഉപ്പാന്ന് മറുപടി പറയുന്ന ഇസ്മായിൽ എന്ന മോനെ ഇബ്രാഹിം എന്ന ഭർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുത്ത ത്യാഗത്തിന് പകരമായിട്ടാണ് കഅബാലയത്തിന്റെ മത്താഫിൽ അവസരം കൊടുത്തത്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല പെങ്ങള്. ലോകത്ത് നിന്ന് കടന്നു വരുന്ന പേക്കുത്തുകളെ കയ്യിലേക്ക് ചേർത്ത് പിടിക്കുമ്പോഴല്ല, ഇബ്രാഹിമിന്റെ ഹാദറയാവാൻ, മുത്തുനബിയുടെ ഖദീജയാവാൻ, അലിയുടെ ഫാത്തിമയാവാൻ ഏതൊരു പെണ്ണിന് കഴിയുന്നുവോ ആ പെണ്ണാണ് ഒരു ജീവിതത്തിന്റെ, ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇബ്രാഹിമിൻ ഹാജറ ബീവിക്ക് അല്ലാഹു ഭാഗ്യം കൊടുത്ത നിസ്കാരത്തിന്റെ എണ്ണത്തിലല്ല, ഒരു മകനെ ഇസ്മായിലിനെ സമർപ്പിച്ച ത്യാഗത്തിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് സഹോദരിമാരെ, ഭർത്താവ് ഗൾഫിലാണ്, 3 വർഷം കഴിഞ്ഞ് വരുമ്പോ ഒരു നല്ല മോനെ ഭർത്താവിന്റെ മുമ്പിൽ തർബിയത്ത് ചെയ്തു കൊടുക്കുന്ന ഒരു ത്യാഗത്തിനാണ് അള്ളാഹു ദീനിൽ പ്രതിഫലം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരിമാരോട്, പെണ്ണുങ്ങളാണ് വീടിന്റെ തൂണ്. അതുകൊണ്ട് പെണ്ണുങ്ങളോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇന്നു മുതൽ പകർത്തണം. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? വീടുമായി ബന്ധപ്പെട്ട 5ാമത്തെ കാര്യം, ഞാൻ 3 കാര്യം കൂടെ പറഞ്ഞ അൽഹംദുലില്ലാഹ്. ഇനി ഞാൻ പറയുന്നത് ആണിനോടും പെണ്ണിനോടും ഒറ്റ ഹദീസ് ഇന്ന് ഇവിടെ വെച്ച് ചെയ്യണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്താൽ അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. ഇത് ഓരോ ആണും ഓരോ പെണ്ണും ഈ സദസ്സിൽ നിന്ന് കൊളുത്തിക്കൊണ്ട് പോകേണ്ട ഇന്നത്തെ പ്രസംഗത്തിന്റെ ഒരു മാറ്ററാണ്. ഇതൊരു എസൻസ് ആണ്. ചില ചെയ്യൂലേ പറഞ്ഞ ഒന്നുറക്കെ പറ മനുഷ്യന്മാർ, എത്ര ആളായി നമ്മൾ കണ്ടിട്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. കാണാത്തോണ്ടല്ല, ഞാൻ മനഃപൂർവ്വം ഈ ഭാഗത്തൊക്കെ പ്രസംഗം ഒന്നും എല്ലാം ഒഴിഞ്ഞു മാറിയിരിക്കണം. ഞാൻ പയ്യെ പ്രസംഗം ഞാൻ കുറയ്ക്കുകയാണ്. അടുത്ത വർഷം ഇതിലും കുറയ്ക്കും ഇൻഷാ അല്ലാഹ്. അതിൻ്റെ അടുത്ത വർഷം ഇനിയും കുറയ്ക്കും. കുറച്ച് നല്ല നിർത്തും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ഈ പ്രസംഗത്തിന്റെ സാമ്പിൾ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഇന്നലെ മദീനയുടെ റൗളയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ, ഞാൻ 2 മക്കളുണ്ട്. മദീന റൗളയുടെ നേരെ ഓപ്പോസിറ്റ്, പച്ചക്കുബയുടെ നേരെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക റോഡിൽ. ഞാൻ അവിടെ ഇങ്ങനെ ചടഞ്ഞിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ വന്ന ആളുകൾ നോക്കുന്നുണ്ട്, ഇതിപ്പോൾ ഏതാ പടപ്പ്. ഞാൻ തൊപ്പിയൊക്കെ ഊരി ഇല്ല മുട്ടത്തിലേക്ക് അടിച്ച്, ഇനി അവിടെയും ബാക്കവി എന്ന് പറഞ്ഞാൽ ഉള്ള ഫോട്ടോ എടുപ്പ്, എന്തോരം എടുപ്പിടും. ഫോട്ടോ റൗലയിലോട്ട് തിരിഞ്ഞ് ഫോട്ടോ, അങ്ങോട്ട് ഫോട്ടോ, ഇങ്ങോട്ട്. അവിടെ ഞാൻ തൊപ്പിയൊക്കെ ഊരി, എന്നെ ഒന്നും മനസ്സിലായി. അങ്ങനെ ഞാൻ മക്കളുമായിട്ടിരിക്കുകയാണ്. ഭാര്യ അപ്പുറത്ത് നിസ്കരിക്കാൻ പോയിരിക്കുക, അവൾ തിരിച്ചു വരാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഏതായാലും അവിടെ ഇരുന്നപ്പോ കുറേ കഴിഞ്ഞപ്പോൾ ഒരാളിങ്ങനെ വന്ന് കുറേ നേരം കൊണ്ട് വട്ടം വിട്ട് പറക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, വാക്കവിയല്ലേ? ഞാൻ പറഞ്ഞാത്തെ ആ ഉസ്താദ്. അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ എത്രയോ നാളുകൊണ്ടൊരു വിവരം പറയാൻ വേണ്ടി വന്നതാണ്.
ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ഞാൻ പരപ്പനങ്ങാടിക്കാരനാണ്. 24 വർഷമായി സൗദി അറേബ്യയിൽ ജോലി. കടങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. വല്ലാടെ കടങ്ങളാണ്. കടം വന്ന് തലയിൽ മൂടി. അങ്ങനെ നാട്ടിൽ വന്നപ്പോ നിത്താക്കാത്തിന്റെ പ്രശ്നവും വന്നു. നാട്ടിൽ വന്നപ്പോ കടംകാരന് നിത്താക്കാത്താണ്. തിരിച്ചു പോയാല് ജോലി കിട്ടുമെന്ന് ഉറപ്പില്ല. ഞാൻ അവധിക്ക് വന്നപ്പോഴാണ് നിത്താക്കാത്തിന്റെ പ്രശ്നം ഉറപ്പില്ല. അങ്ങനെ ഞാൻ കടം തലയിൽ കൂടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ എന്റെ നാട്ടിൽ വാതിന് വന്നത്. വാതിന് നടന്നു. അവസാനം വാതിന്റെ ഇടയിൽ ബക്കറ്റ് പിരിവ് വന്നപ്പോ നിങ്ങൾ പറഞ്ഞു, മനസ്സിലൊരു വലിയ ആഗ്രഹം വെച്ചിട്ടാ ബക്കറ്റിൽ പൈസ ഇട്ടോ. ഇത് ഞാൻ പറയണ ഈ ബക്കറ്റ് പൈസ ഇടല്ല, വല്ലാഹി സുമ്മ വല്ലാഹി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഇട്ടാ മതി, ഇല്ല ഇടണ്ട. ഞാൻ വല്ലാഹ് ഞാൻ റൗളയുടെ മുമ്പിൽ വെച്ച് ഇന്നലെ കേട്ട സംഭവം എവിടെ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഉസ്താദ് പറഞ്ഞു, ബക്കറ്റ് വരുന്നുണ്ടെന്ന് മനസ്സിലൊരാഗ്രഹം വെച്ചിട്ട് പൈസ ഇട്ടോ. ഞാനിവിടെ മനസ്സിലൊരു സംഖ്യ എടുത്തു. ബക്കറ്റ് വന്നപ്പോ തീരുമാനിച്ച, അല്ലാഹുവേ എന്റെ കടങ്ങൾ തീരണം, തീരാനൊരു വഴി ഉണ്ടാവണം. തിരിച്ചു പോകുമ്പോ നിത്താക്കാത്തൊരു ജോലി നഷ്ടപ്പെട്ടാൽ എന്റെ മോളെ കെട്ടിച്ചിട്ടില്ല. ഏതാണ്ട് 20 ലക്ഷത്തോളം കടങ്ങളുണ്ട്, വീടിയിട്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആ ഉസ്താദ് പറഞ്ഞു, മനസ്സിലൊരു നിയ്യത്ത് വെച്ചോ, എന്നിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഞാനൊരാ സംഖ്യ ബക്കറ്റിലിട്ടു. അദ്ദേഹം പറയുന്നു, ഈ സംഭവം നടക്കുന്നത് 4 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ അവിടെ നിന്ന് കയറി നാട്ടിൽ വന്നപ്പോ നിത്താക്കാത്തായി, ജോലി പോകുന്ന അവസ്ഥയായി. ആ ഒരവസ്ഥയിലാണ് ഞാൻ എന്റെ കഫീലിന്റെ അടുക്കൽ പോയപ്പോ അദ്ദേഹം ഒരു മരുന്ന് കമ്പനിയിലേക്ക് എനിക്ക് മാറ്റി തരുന്നത്. ഞാൻ അവിടെ പോയി. ഇന്ന് ഞാൻ 4 വർഷം അവിടെ ജോലി ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ 1.5 വർഷം കൊണ്ട് എന്റെ സർവ്വ കടങ്ങളും തീർന്നു. ഇപ്പൊ ഞാൻ എന്റെ പെങ്ങളുടെ മോളുടെ കല്യാണവും കഴിഞ്ഞു. എല്ലാ പ്രാരാബ്ദവും ഒഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഉംറക്ക് വന്നതാണ്. അപ്പോഴാണ് നിങ്ങളെ കണ്ടത്. അന്ന് ബക്കറ്റ് പിരിവ് നടന്നപ്പോ മനസ്സിലൊരു സന്തോഷം, ഒരാഗ്രഹം വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. അള്ളാഹു അത് സാധിപ്പിച്ചെന്ന് ഇന്നലെ റൗളയുടെ പച്ചക്കുപ്പയുടെ മുമ്പിൽ നിന്ന് ഞാനിത് വെറുതെ പറയില്ലല്ലോ. ഈമാൻ ഉണ്ടെങ്കിൽ ഒരുത്തൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പച്ചക്കുപ്പയുടെ മുമ്പിൽ ഒരു പച്ചക്കള്ളം പറയില്ലല്ലോ. അത് പറഞ്ഞപ്പോ മനസ്സിന് രോമാഞ്ചമുണ്ടായി പോയി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോഴും ഒരു പേപ്പർ വന്നു, ഉസ്താദ് വെട്ടത്തൂർ വന്നപ്പോ 17 വർഷമായി മക്കളില്ല. വെട്ടത്തൂര സദസ്സിൽ 6666 ഉസ്താദ് പറഞ്ഞപ്പോ നേർച്ചയാക്കിയതാണ്. ഇപ്പൊ കുഞ്ഞായി. ആ കുഞ്ഞിനെയും കൊണ്ടൊരു പൈസ എന്റെ കയ്യിൽ കൊണ്ടുവന്നു. 17 വർഷമായി മക്കളില്ല. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. ഈ മംബഉൽ ഉലൂം മദ്രസയുടെ 50ാം വാർഷികം ഇൻഷാ അല്ലാഹ് ഇതേപോലെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് മനസ്സിൽ നിയ്യത്ത് വെക്കേണ്ടത്. അതുകൊണ്ടൊരു വലിയ പിരിവിലേക്കൊന്നും ഞാൻ മുതിരുന്നില്ല. സമയം വളരെയേറെ വൈകുകയും ചെയ്തു. ഒരൊറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ, അനുഭവത്തിൽ നിന്നാണ്. ഇന്നലെ ഞാൻ മദീനയിൽ വെച്ച് എന്നോട് പറഞ്ഞ സംഭവം. അതൊരു ഈമാനുള്ളൊരു കള്ളം പറയൂലല്ലോ. അതുകൊണ്ട് പിരിവിന് വേണ്ടി ഇപ്പൊ എനിക്ക് വിഷയം പറയാൻ പറ്റൂല. വിഷയം പറയുകയും ചെയ്യണം. നമ്മുടെ മക്കൾ ഇസ്മായിൽ ആവണ്ടേ, നമ്മുടെ പെൺമക്കൾ ഫാത്തിമയാവണ്ടേ. ഈ ഹദീസ് പഠിച്ചോ. ആരോടാ ഇത് പറയുന്നത്? സ്വന്തം പിതാവിനെയും സ്വന്തം മാതാവിനെയും മഴുകൊണ്ട് പുറകിൽ നിന്ന് തലയുടെ പുറകില് വെട്ടിത്താടയിട്ട് ആ മാതാപിതാക്കളുടെ ശരീരം കത്തിക്കരിച്ച് ചാമ്പലാക്കി അഴിഞ്ഞു വീടുന്ന ശരീരത്തിന്റെ രൂക്ഷഗന്ധം ഉയരുമ്പോ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും അഴിഞ്ഞു പുടിഞ്ഞു നാറിയ മാംസ ശരീരത്തിന്റെ മുമ്പിലിരുന്ന് 2 ദിവസം ഭക്ഷണം കഴിച്ചു അത്രേ തിരുവനന്തപുരത്തൊരു ചെറുപ്പക്കാരൻ. എന്തിനാ അച്ഛനെയും അമ്മയെയും പെങ്ങളെയും കൊന്നത്? ആത്മാവിന്. പറ, ആത്മാവിന്. നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങളിങ്ങനെ ചട്ടിപ്പത്തിൽ നിന്നിട്ട് നടന്നാൽ മതി. ഇതൊന്നും അറിഞ്ഞില്ല. മക്കളെ പഠിച്ചോളി. നമ്മുടെ വീട്ടിലേക്ക് ഇത് കയറി വരികയാണ്. ഞാനൊരു വിഷയത്തിന്റെ പേര് തന്നെ കൊടുക്കാത്തൊരു ആനുകാലിക വിഷയം പറയാനാണ്. പിശാചിനെ സേവിച്ചത്ര പൈശാചിക സേവ. അതിന് ഏറ്റവും കൂടുതലുള്ളത് എറണാകുളത്തും കോഴിക്കോടുമാണ്. പിശാചിനെ സേവിക്കുന്നവർ, പിശാചിന് ആരാധന നടത്തുന്നവർ ഏറ്റവും കൂടുതലുള്ളത് കോഴിക്കോടും എറണാകുളത്തുമാണ്. സൂറത്ത് യാസീൻ അല്ലാഹ് പറയാണ്, അല്ലാ തഅ്ബുദു ശൈത്താൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്, പിശാചിന് സേവ നടത്തരുത്. ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോയ മകൻ അവിടെ പോയി പഠിച്ചത് പിശാചിന്റെ സേവ. ചൈനയിൽ പഠിക്കാൻ പോയ മകള് പഠിച്ചത് പിശാചിന്റെ സേവ. സഹോദരനും സഹോദരിയും മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുണ്ടായിരുന്നത്ര ഒരു വീട്ടിൽ. ആ വീടെവിടെയാ? ആനമുടിയിലല്ല,
പൊന്മുടിയിലല്ല, ആ വീട് സാക്ഷാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന്റെ തൊട്ടടുത്ത്. ആ വീട്ടിൽ അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ ആണും പെണ്ണും തമ്മിൽ, പെങ്ങളും സഹോദരനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമായിരുന്നു. ഇതാണ് ഞാൻ വീട് പറയാനുള്ള കാരണം. നമ്മുടെ വീടുകളിൽ പിശാചുക്കളുണ്ട്. ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് പിശാചിനെ ഇറക്കി വിടണം. നമ്മുടെ വീട്ടിൽ നിന്ന് ആദ്യം ആരിറക്കി വിടണം? പിശാചിന്. ആണുങ്ങൾ നീ തിന്നി അവളെ ഇറക്കി വിട്ടിട്ടേ ഉള്ളൂ കാര്യം. നമ്മൾ പിശാചെന്ന് വിളിക്കണ അവളെയാണ്, അല്ല. കേട്ടോളീ. അതുകൊണ്ട് നമ്മുടെ വീടുകൾ പിശാച് മുക്തമാകണം. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഓരോ വീട്ടുകാരോടില്ല തജ്അലൂ ബുയൂതകും മഖാബിറാ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനങ്ങളാക്കരുത്, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബർസ്ഥാൻ പോലെയാക്കരുത്, പള്ളിക്കാടുകൾ പോലെ നിങ്ങളുടെ വീടുകളാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പള്ളിക്കാട്ടിൽ പോയാൽ ഏത് സമയത്തും നിശബ്ദതയാണ്. അവിടെ കിടന്നുറങ്ങുന്ന മൃതശരീരങ്ങളാണ്. മൃതശരീരങ്ങൾ കിടന്നുറങ്ങിയിട്ട് നിശബ്ദമാകുന്ന പള്ളിക്കാട് പോലെ നിങ്ങളുടെ വീടുകളാവരുത്. ലാ തജ്അലൂ ബുയൂതകും മഖാബിറാ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനങ്ങളെ പോലെ ആക്കരുത്. നിങ്ങളുടെ വീടുകളെ ശബ്ദമയാനമാവണം. എന്ത് ശബ്ദമാണ്? സിനിമയുടെ ശബ്ദമല്ല. നമ്മുടെ കൊച്ചു വീട്ടിൽ നിന്ന് സിനിമയുടെ ശബ്ദമല്ല, സീരിയലിന്റെ ശബ്ദമല്ല, അമ്മായിയമ്മയും മകനും തമ്മിലുള്ള ശബ്ദകോലാഹലമല്ല. നിങ്ങളുടെ വീടുകളിൽ ഖുർആന്റെ ശബ്ദമുണ്ടാകട്ടെ. ഫഇന്ന ശൈത്താന യുൻഫിറു ഫീ ബൈതിൻ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, ഏത് വീട്ടിൽ സ്ഥിരമായി സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്നുവോ, ഏത് വീട്ടിലാണോ സ്ഥിരമായി സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്നത്, അവിടെ നിന്ന് പിശാച് ഓടി ഒളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹോദരിമാരെ, ഭർത്താവ് എപ്പോഴും വീടിന് വെളിയിലാണ്. ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഏത് സമയത്തും നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണേ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ പിശാച് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ബഖറ പാരായണം ചെയ്യണം. സഹോദരങ്ങളും വീടിനെ കുറിച്ച് പറയാറുണ്ട്. വീട്ടിൽ കയറിയാൽ ഏത് സമയത്തും രോഗമാണ്. ഒരാൾക്ക് മാറിയാൽ മറ്റൊരാൾക്ക്, അയാൾക്ക് മാറിയാൽ അടുത്ത ആൾക്ക്. ഏത് കച്ചവടം ചെയ്താലും തകർച്ചയാണ്. എന്ത് ചെയ്താലും വീട്ടിൽ ബറക്കത്തില്ല ഉസ്താദേ. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരാ, അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു വത്രേ, യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിൽ വല്ലാത്ത രോഗമാണ് നബിയെ. ഒരു രോഗം മാറിയാൽ അടുത്ത ആൾക്ക് രോഗം, ഉമ്മക്ക് മാറിയാലും മക്കൾക്ക്, മകന് മാറിയാലും മകൾക്ക്, ഇങ്ങനെ രോഗം മാറി മാറി വരുന്ന നബിയെ. വീട്ടിൽ മുഴുവനും കച്ചവടത്തിലെ തകർച്ചയാണ് നബിയെ. ദാരിദ്ര്യം പിടിമുറുക്കുന്നു യാ റസൂലല്ലാഹ്. എന്റെ പ്രയാസങ്ങളൊന്ന് മാറാൻ അങ്ങനെയൊരു പോംവഴി പറഞ്ഞു തരണേ എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ചോദ്യം, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടാ? എല്ലാവരും ഒരു ഉസ്താദ വീട്ടിൽ ഒരു ബറക്കത്തില്ല, രോഗം മാറി അടുത്താക്ക് രോഗം, അടുത്താക്ക് മാറി അടുത്താർക്ക് രോഗം, ഏത് കച്ചവടം ചെയ്താലും നഷ്ടമാണ്. സഹാബി ചോദിച്ചു, നബിയെ എനിക്ക് എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞതാ നബിയെ. എന്താ പോംവഴി? എന്താ പോംവഴി? കോഴിക്കോട്ടുള്ള ജിന്നുമ്മാടെ അടുത്ത് പോവുക. ജിന്നുമ്മ മന്ത്രവാദം നടത്തിയിട്ട് തീ കത്തിച്ചാണ്, പെട്രോളിന്റെ ടിന്നി പിടിച്ചു. ആ പെണ്ണിന്റെ സാരിയുമേ കയറി അവള് മരിച്ചു. ഇപ്പൊ കണ്ടില്ല നിങ്ങൾ വാർത്ത? കോഴിക്കേടോ ഏതോ ഒരു 24 വയസ്സുകാരി പെണ്ണ് മന്ത്രവാദം നടത്തുന്നുണ്ട്. അത്ര അവിടെ പോയി അവള് മന്ത്രം ഊതിയിട്ട് ഒറ്റ കത്തിയിരു തീ പെട്രോളിന്റെ ക്യാനില്. അതിൽ നിന്ന് ആ പെണ്ണിന്റെ തലയെ പിടിച്ച് അവള് മരിച്ചു. നല്ലയിടത്ത് പോവില്ല എന്നാൽ വേണ്ടാത്തടത്തൊക്കെ നമ്മൾ പോവുകയും ചെയ്യും. എന്താ ഒരു പോംവഴി? ഏത് കച്ചവടം ചെയ്താലും പറക്കത്തില്ല. രോഗമാണെങ്കിലും ഒരാൾക്ക് മാറി അടുത്താക്കും, ഒരാൾക്ക് മാറി അടുത്താക്കും. എന്താ ചെയ്യാ? ഞാൻ ഒരു പോംവഴി പറയാൻ നിങ്ങൾ ചെയ്യുവോ? ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂ ഉമാമാ, നിന്റെ പ്രയാസം മാറണോ? നീ നിന്റെ വീട്ടിലോട്ട് കയറിയാൽ ഫസല്ലിം അലാ അഹ്ലിക, നീ നിന്റെ വീട്ടുകാരോട് സലാം പറയണേ.
നീ ഏത് സമയത്ത് വീട്ടിലോട്ട് കയറിയാലും പുരുഷന്മാരോട്, ആണുങ്ങൾ നന്നായിട്ടേക്കോളും, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ജോലി, നിങ്ങൾ സലാം പറയണേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഭാര്യ മക്കളും പറഞ്ഞു വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അല്ലാഹുവിന്റെ അനുഗ്രഹം ഉപ്പാക്കുണ്ടാകട്ടെ. ഉപ്പ കയറി വന്നപ്പോ ഉപ്പ പറഞ്ഞു അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. രണ്ടുപേരും ദുആ ചെയ്തു. നീ കയറിയാൽ ഉടനെ സൂറത്തുൽ ഇഖ്ലാസ് വീട്ടിൽ വെച്ച് പാരായണം ചെയ്യണേ, എന്നാൽ നിന്റെ സർവ്വ പ്രയാസവും മാറും. അബൂ ഉമാമ ചെറിയ ചികിത്സ. കേറുമ്പോ സലാം പറയാ. ഗൃഹനാഥൻ കേറിയാൽ ഉടനെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അതാ സൂറത്തുൽ ഇഖ്ലാസ്. നുറക്കോത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. ചെയ്യിൻ സഹോദരങ്ങളെ, നാളെ മുതൽ പള്ളിയിൽ നിന്ന് പോയി ഫസല്ലിം അലാ അഹ്ലിക, നിന്റെ വീട്ടുകാരോട് സലാം പറയും. എന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതി. മുട്ടുവേദന മാറാനുള്ള നിസ്കാരം വരെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഇരിക്കണം. ഇരിക്കൂ. അങ്ങനെ അബൂ ഉമാമ അന്ന് മുതൽ വീട്ടിലോട്ട് കയറുമ്പോ സലാം പറയും, സൂറത്തുൽ ഇഖ്ലാസ് ഓതും. ഇനി ചികിത്സ കഴിഞ്ഞു, ഇനി രോഗിയല്ലേ അനുഭവം പറയണ്ടേ? മരുന്ന് കൊടുത്തു, പിന്നെ ഇനി ആരാ അനുഭവം പറയണ്ടേ? രോഗിയല്ലേ പറയണ്ട. നമ്മൾ ടി വിയിലൊക്കെ പരസ്യം കണ്ടിട്ടില്ലേ? അങ്ങനെയല്ലേ, ഒരു പ്രോഡക്റ്റ് കൊടുത്തു, പിന്നെ അത് തിന്ന ആളാണ് അനുഭവം പറയാം അല്ലേ? ഹിമാലയത്തിൽ നിന്ന് ധ്യാനിച്ച മോതിരം കൊടുത്തു, അതിനെ അനുഭവസ്ഥം പറയട്ടെ. 10 വർഷം കൊണ്ട് എൻ്റെ തടി തീർന്നു, എൻ്റെ ഭർത്താവിന് എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പരസ്യങ്ങൾ. എന്തൊരു അത്ഭുതമായിരിക്കുന്നു, എൻ്റെ തടി ഇപ്പോൾ 5 കിലോ കുറഞ്ഞിരിക്കുന്നു, എൻ്റെ ഭർത്താവ് എന്നോട് ഇപ്പോൾ എപ്പോഴും മിണ്ടുന്നു എന്നൊക്കെ പറയണ മാതിരി. പിന്നെ അനുഭവസ്ഥനല്ലേ പറയേണ്ടത്? ചെയ്യു കുട്ടിയെ, അള്ളാഹുവിന്റെ ദീനിനല്ലാതെ നിങ്ങൾ വേറൊരു, റസൂലുള്ളാഹി പറഞ്ഞ ശിഫായിലല്ലാതെ നിങ്ങൾ വേറൊന്നിൽ തരികയാൽ നിങ്ങൾ പരാജിതരാവും. അതേ നമുക്ക് അള്ളു, വേറെ എന്തും പറ്റില്ല. നിങ്ങളുടെ വീട്ടിൽ സ്വർഗം വേണോ, നിങ്ങളുടെ വീട്ടിൽ സന്തോഷം വേണോ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചെയ്യുക. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ചെയ്യാൻ തുടങ്ങി. എപ്പോഴും കയറി ചെന്നാല് ഞാൻ എൻ്റെ വീട്ടിൽ സലാം പറയും, എൻ്റെ മക്കൾ എനിക്കത് മടക്കി തരും. എന്നിട്ട് ഞാൻ സൂറത്തുൽ ഇഖ്ലാസ് ഓതും. 6 മാസം കൊണ്ട് എൻ്റെ എല്ലാ കടങ്ങളും അല്ലാഹു വീട്ടിൽ തന്നു. പിന്നീട് എൻ്റെ വീട്ടിൽ വല്ലാത്ത ഐശ്വര്യമായിരുന്നു, എൻ്റെ കച്ചവടത്തിലെല്ലാം ബറക്കത്തായി എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ പറയാതിരിക്കും ബാക്കവി ഒരു സലാം പറഞ്ഞാലും ഒരു ഖുൽ ഹുവല്ലാഹു ഓതിയാലും മാറു സഹോദരങ്ങളെ. നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാര്യം നമ്മുടെ വീട്ടിലെ ഇബ്ലീസാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇബ്ലീസിനെ നമ്മൾ വെളിയിലാക്കണം. ഒരു സലാം പറഞ്ഞിട്ട് ഒരു ഖുൽ ഹുവല്ലാഹു ഓതിയ മാറുവോ ബാക്കവി? മാറും. എന്തുകൊണ്ട്? നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഇല്ലാത്തതും നമ്മുടെ വീട്ടുകാർക്ക് എപ്പോഴും രോഗം വരുന്നതും വീട്ടിന്റെ ഉള്ളിൽ ആരുണ്ട്? ഇബ്ലീസ് ഉണ്ട്. അപ്പൊ ഇബ്ലീസിനെ വെളിയിൽ ഇറക്കി വിട്ട വീട്ടിന്റെ ഉള്ളിൽ ബറക്കത്ത്. വീട്ടിന്റെ ഉള്ളിൽ ഇബ്ലീസിനെ ഇറക്കി വിടേണ്ട ജോലി പുരുഷന്മാരുടേതാണ്. 2 ജോലിയാണ്. നിങ്ങളുടെ വീടുകളെ മക്ബറയാക്കരുത്, അത് പെണ്ണുങ്ങളുടെ ജോലിയാണ്. അത് അവളുമാരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ശൈഖുനാമാരായിട്ട് അടക്കാം, അവറുകളായിട്ട് അടക്കാം. ആണുങ്ങൾ അല്ല, 2 പേരും കൂടി വീട് നോക്കണം. വീട്ടിൽ നിന്ന് ഇബ്ലീസിനെ ഇറക്കി വിടേണ്ട ജോലി ആണുങ്ങളുടേതാണ്. എങ്ങനെ? അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാൽ, ഞാൻ ഈ പറയുന്നതൊക്കെ വീട്ടിലോട്ട് കയറുമ്പോൾ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ഞാൻ നിങ്ങൾ നോക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇദാ ദഖല റജുലു ബൈതഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, ഏതെങ്കിലും ഒരാൾ അവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി, അവൻ ആ വീട്ടിലോട്ട് കയറുമ്പോ അല്ലാഹുവിന്റെ നാമം പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഏതെങ്കിലും ഒരു ദിക്ർ പറഞ്ഞിട്ട് അവൻ അവന്റെ വീട്ടിലോട്ട് കാലെടുത്ത് വെച്ചപ്പോ പറഞ്ഞു അല്ലാഹു അക്ബർ എന്ന് വീട്ടിലോട്ട് കയറി. വദക്കറല്ലാഹ ഇൻദ തആമിഹി, എന്നിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ, ഇന്ന് നമ്മൾ ഇത് മാറ്റിക്കളഞ്ഞു. ഭാര്യ മക്കളോടൊത്ത് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ ആ സമയത്തും ആ വീട്ടിലെ പുരുഷൻ ആണ്, പെണ്ണല്ല ആണ്, അവൻ അല്ലാഹുവിന്റെ ദിക്ർ പറഞ്ഞാൽ
ആ സമയത്ത് ആ വീട്ടിലുള്ള പിശാചുക്കൾ വിളിച്ചു പറയുമത്രേ. ആ വീട്ടിലുള്ള പിശാചിന്റെ നേതാവ് തന്റെ കുട്ടി പിശാചുക്കളോട് വിളിച്ചു പറയും, പിശാചുക്കളെ ലാമബീതലക്കും വലാശാ, ഇന്ന് നമുക്ക് ഈ വീട്ടിൽ ഉറക്കമില്ല, ഇന്ന് നമുക്ക് ഈ വീട്ടിൽ ഭക്ഷണവുമില്ല. ഈ വീട്ടിലെ പുരുഷൻ കയറി വന്നപ്പോഴും ദിക്ർ പറഞ്ഞു, അയാള് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴും ദിക്ർ പറഞ്ഞു. അതുകൊണ്ട് നമുക്കിന്ന് കിടപ്പില്ല, ഭക്ഷണമില്ല, ഇറങ്ങിപ്പോകാൻ പിശാച് പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ വീടുകളെ നീ സന്തോഷമാക്കണേ അല്ലാ. പെങ്ങളെ സീരിയലുകള് സിനിമകളുമായിട്ടല്ല, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ദിവസവും സൂറത്തുൽ ബഖറ ഓതണം. ആ ബഖറ ഓടുന്നിടത്ത് പിശാച് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട ആത്മീയ നേതൃത്വം മഹാനവറുകൾ തന്റെ ഉമ്മയെ കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ ചാരുകസേരയിൽ ചാരിയിരുന്ന് നൂറുകണക്കിന് ആളുകൾ ആവലാതിയും വിഹുലതയും വാപ്പയോട് പറയുമ്പോ, പാതിരാത്ത് കിടഞ്ഞാലും വാപ്പയെ നിങ്ങൾക്ക് കിട്ടാറില്ല. വാപ്പയുടെ ചുറ്റും എപ്പോഴും ആശ്വാസത്തിന്റെ ചുടുനിശ്വാസങ്ങളാണ്. വാപ്പയെ ഞങ്ങൾക്ക് കിട്ടാറില്ല. രാത്രി ആയാലും വാപ്പ കൊടപ്പനക്കല വരാന്തയിലെ കസേരയിലാണ്, ചുറ്റുമാകും ഉറങ്ങാത്ത ആവലാതിക്കാറ്. എന്നാലും മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ചാൽ സൂറത്ത് യാസീൻ ഓതാറ് ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് ഭക്ഷണം തരുമായിരുന്നില്ല. പെങ്ങളെ, മക്കളെ റബ്ബ് തന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. പക്ഷെ മക്കളെ വളർത്തിക്കൊണ്ടുവരണ്ടേ. പിശാചിന്റെ വടി പിന്തുടർന്നു പോയി ഉമ്മയെ ബലാത്സംഗം ചെയ്യുന്ന മക്കൾ കാസർഗോഡ് അമ്മയ്ക്ക് കൊടുത്ത ഭക്ഷണത്തിന് മയക്കുമരുന്ന് കലക്കി കൊടുത്ത് അമ്മയെ ഗർഭിണിയാക്കി ആ മക്കളുടെ കാലഘട്ടത്ത് അച്ഛനെയും അമ്മയെയും പെങ്ങളെയും ആത്മാവിന് ശക്തി കിട്ടാൻ കത്തിക്കരിച്ച മക്കളുടെ നാട്ട്. മക്കളെ കിട്ടിയാൽ പോരെ മോളെ, ആ മക്കൾ ഇബ്രാഹിം ആകണം, ആ മക്കൾ ഇസ്മായിലാവണം, ആ മക്കള് നമുക്ക് നാളെ ഖബറിന്റെ ചാരത്ത് നിൽക്കണം. അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ കാര്യം നിങ്ങൾ ഏറ്റെടുക്കണേ. ഭർത്താവ് വെളിയിലാണ്, അവൻ കഷ്ടപ്പെടുകയാണ്, അവൻ പെരിന്തൽമണ്ണ അങ്ങാടിയോ അവൻ കരിങ്കല്ലത്താണ് അങ്ങാടിയിൽ പീടുകയും തുറന്നിരുപ്പാണ്. പെങ്ങളെ, നീയാണ് വീട്ട്. അതുകൊണ്ട് അല്ലും തർബിയത്തിൽ മക്കളെ തർബിയത്ത് ചെയ്യേണ്ടത് ഒരു ഉമ്മക്കാണ്. യാസീനോടാടെ ഉമ്മ ഞങ്ങൾക്ക് ഭക്ഷണം തരുമായിരുന്നില്ല. ഇന്ന് മഗ്‌രിബിന്റെ സമയമാകുമ്പോ നമ്മുടെ വീടുകളിൽ നെല്ലിപ്പറമ്പ് പള്ളിയിൽ നിന്ന് മഗ്‌രിബിന്റെ ബാങ്ക് മുടങ്ങുകയാ. എന്തിനാ മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുന്നത്? എന്തിനാ? ഒന്ന് അള്ളാന്റെ ബറക്കത്ത് വീട്ടിലിറങ്ങുന്ന സമയം, രണ്ടാമത് ഖബറിനെ ഓർക്കാനാണ് മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുന്നത്. അല്ലാഹുവേ, വെളിച്ചം എരിഞ്ഞണങ്ങിയല്ലോ റബ്ബേ, ഇരുട്ട് വരുന്നല്ലോ റബ്ബേ, മഗ്‌രിബിന്റെ ബാങ്ക് മുടങ്ങിയല്ലോ റബ്ബേ, ഖബറിൽ ഇതുപോലൊരു ഇരുട്ടില് ഞാൻ കിടക്കണമല്ലോ അല്ലാ. പെങ്ങളെ, മഗ്‌രിബിന്റെ ബാങ്ക് സീരിയൽ കാണാനുള്ള അടയാളമല്ല, സിനിമ നിർത്താനുള്ള അടയാളമല്ല, ഖബറിനെ കുറിച്ച് ഓർക്കാനുള്ള സമയമാണ്. വെളിച്ചം നീങ്ങിയല്ലോ റബ്ബേ, ഇരുട്ട് വന്നല്ലോ റബ്ബേ, നാളെ ഞാൻ ഇതേപോലൊരു ഖബറിന്റെ ഇരുട്ടിൽ കിടക്കണമല്ലോ അല്ലാ. അതുകൊണ്ടാണ് മഗ്‌രിബിന് ശേഷം സൂറത്തുൽ മുൽക്ക് ഓതണം. സൂറത്തുൽ മുൽക്ക് ഓതിയാല് ഖബറിന്റെ ഇരുട്ടിലത് വെളിച്ചമാന്ന് മുത്ത് റസൂല് പറഞ്ഞത്. സമയമില്ലാതായല്ലോ പെങ്ങള്, പറയാൻ എനിക്ക് നിങ്ങളോടേറെയുണ്ട്. മദീനയിൽ നിന്ന് കിട്ടിയ ഊർജമാണിത്. അള്ളാഹു ഇതിനെ നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് മഗ്‌രിബിന്റെ ബാങ്ക് മുടങ്ങിയാൽ അത് ഭക്തിയുടെ സമയമാണ്. ആ സമയത്താണ് എല്ലാവരും ഭക്തിയുടെ സീരിയൽ, ഏഷ്യാനെറ്റിലും സൂര്യയിലും ഭക്തിയുടെ സീരിയല്. ഹിന്ദുക്കളുടെ വീട്ടില് ഭക്തിയുടെ ഏറ്റവും വലിയ നാമജപം രാമ 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 പാഹിമ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ, രാവണാന്തക മുകുന്ദ രാമ രാമ പാഹിമ, കട്ടിമുട്ടി നായക പുരുന്ദരാതി സേവിര, കട്ടതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദര. സന്ധ്യാബാങ്ക് മുടങ്ങുമ്പോ ഹിന്ദുവിന്റെ വീട്ടില് സന്ധ്യാനാമ ജപം ഗായത്രി മന്ത്രം, ഓം ഭുർഭുവേശ്വരി എന്ന് തുടങ്ങുന്ന ഗായത്രി മന്ത്രം അനുഗ്രഹം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന ഹൈന്ദവ സഹോദരങ്ങൾ, മുസ്ലിമേ മുസ്ലിമേ, ഖബറിനെ ഓർക്കേണ്ട സമയം, അള്ളാഹുവിന്റെ അനുഗ്രഹം വരേണ്ട സമയം. മക്കളെ, നീ സിനിമ കാണിക്കരുത്. ഏത് സിനിമ? ഏത് സിനിമ? ബാങ്ക് കൊള്ളയടിക്കാൻ പഠിപ്പിച്ചത് സിനിമ, അമ്മയെ കയറി പിടിപ്പിക്കാൻ പഠിപ്പിച്ചത് സിനിമ, കൊലക്കട്ടം ചെയ്തിട്ട് ഒളിപ്പിക്കാൻ പഠിപ്പിച്ച സിനിമ.
കള്ളം പറയാൻ പഠിപ്പിച്ച സിനിമ, അപ്പുറത്തെ പെണ്ണിനോട് പ്രേമം തോന്നിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത സിനിമ. ഈ സിനിമ നിന്നെ മക്കളെ കാണിച്ച് 2 മണിക്കൂർ നിന്നെ മക്കളെ ഇരുത്തി കാണിച്ച് ആണും പെണ്ണും തമ്മിലുള്ള ശരീരത്തിന്റെ പരിച്ഛേദനങ്ങളെ നമ്മുടെ മക്കൾക്ക് ഇരുത്തി കാണിച്ചു കൊടുത്തപ്പോ പൊന്നുമ്മ നിനക്കെന്താണ് കിട്ടിയത്? കഴിഞ്ഞ കാലങ്ങളിൽ മഗ്‌രിബിന്റെ ബാങ്ക് മുടങ്ങുമ്പോ സ്പൈഡർമാന്റെ കഥ, സൂപ്പർമാന്റെ കഥ, എടി പൊന്നുമോള് എന്റെ ഉമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നത്. ഈ ഇരിക്കുന്ന ആളുകളുടെ ഉമ്മ, ഇവരുടെ ഉപ്പമാര്, വയസ്സുണ്ടായ ഉപ്പയും ഉമ്മയും, അവരൊക്കെ നമുക്ക് ചെറുപ്പകാലത്തിലെ ചെവിയിൽ പറഞ്ഞു തന്നത് സ്പൈഡർമാന്റെ കഥയല്ല, സൂപ്പർമാന്റെ കഥയല്ല. തൊട്ടിലിരുത്തിയിട്ട് അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ ചെവിയിൽ പറഞ്ഞു തന്നത് സൂപ്പർമാന്റെ കഥയല്ല. പിന്നെ ഏത് കഥയെന്നറിയോ? വീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം, വീരനായി നീ വളരണം, ആരംഭ പുനരാരമേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അമ്മിഞ്ഞപ്പാല് കൊടുത്തിട്ട് തൊട്ടിലിട്ട് താരാട്ടുമ്പോ അള്ളാനെ കുറിച്ചിട്ടും മലിയാര് തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്ത ഉമ്മാന്റെ മക്കളാണ്. ആ ഉമ്മ മരിച്ചപ്പോ കബറിൽ നിന്ന് കരഞ്ഞത്, ആ ഉമ്മക്ക് വേണ്ടി യാസീനോദിയത്. ഇന്ന് നിന്നെ മക്കളെ ഇരുത്തി സൂപ്പർമാനും സ്പൈഡർമാനും പഠിപ്പിച്ചപ്പോ ഉമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോ അവര് ദുബൈയിലിരുന്നിട്ട് ലൈവായിട്ട് ഉമ്മാന്റെ മയ്യത്തടക്കുന്നത് കണ്ടുവത്രേ. ഉമ്മ മരിച്ചോ? വരാൻ സമയമില്ല, ഫേസ്ബുക്കിൽ ലൈവായിട്ട് കാണിച്ചാ മതി. നാളെ നിന്നെ മയ്യത്ത് നിസ്കരിക്കാൻ ഇനി ന്യൂ ജനറേഷൻ ഇങ്ങനെ മറന്നു വന്നാൽ നാളെ നിന്നെ മയ്യത്ത് നിസ്കരിക്കാൻ നിന്നെ മക്കളെ കിട്ടില്ലടി ഉമ്മ. അതുകൊണ്ട് മുനവ്വറലി തങ്ങൾ പറഞ്ഞതുപോലെ വാപ്പയ്ക്ക് തിരക്കാണ്. കൊടപ്പനൊക്കെ തറവാട്ടിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തിരക്കിലിരിക്കുമ്പോ മുനവ്വറിനെയും ബഷീർ അലി തങ്ങളെയും ഒക്കെ തന്റെ കയ്യിൽ പിടിച്ചിട്ട് യാസീനോദി പഠിപ്പിച്ചു കൊടുത്ത കൊടപ്പനക്കരെ പ്രിയപ്പെട്ട ബീവി ഉമ്മ കിടക്കുന്നത് ഇവിടെ നിന്ന് കിലോമീറ്റർ അകലെ പാണക്കാട്ട് പള്ളിയുടെ പരിപ്പറമ്പിലാണ്. അതുകൊണ്ട് പെങ്ങളെ, ജീവിതം കളയാനുള്ളതല്ല. വീട്ടിൽ നമുക്ക് സമാധാനം ഉണ്ടാവണം, സന്തോഷമുണ്ടാവണം. ഭാര്യ ഭർത്താക്കന്മാരായി മക്കളോടൊത്ത് ജീവിച്ചിട്ട് ഒരു ദിവസം പോലും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്ത് ജീവിതമാണ്? ദുനിയാവിൽ സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ ആഖിറത്തിലാണ് പോകുന്നത് മോളെ. ജീവിക്കുന്നെങ്കിൽ സുന്ദരമായി ജീവിക്കണം. വൈകുന്നേരം കയറി വരുമ്പോ സലാം പറയുന്ന ഭർത്താവ്, സലാം അടക്കുന്ന ഭാര്യ, സന്ധ്യക്ക് യാസീൻ ഓതുന്ന മക്കൾ, ഭക്ഷണം കഴിക്കുമ്പോ വാപ്പ മക്കളോട് പറയുന്നു, മക്കളെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ദുആ ചൊല്ലി. ആ വീട്ടിൽ പിശാചിന്നാവില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറയണമെന്നുണ്ട്, ഒരിടത്തും ഈ വിഷയം എത്താതെ നിൽക്കുമ്പോ പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഇത്രയേറെ സമയം വൈകിയേറി കഴിഞ്ഞിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ ഇവിടെ നിൽക്കുന്ന സാധുക്കൾ, ഇരിക്കുന്ന സാധുക്കൾ, നിങ്ങളുടെ വീടുകളിലേക്ക് ഞാൻ നിങ്ങൾക്കൊരു തർത്തീബ് പറഞ്ഞു തരട്ടെയോ? അല്ലാഹു പറയാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു പറയാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ നിങ്ങളോട് പഠിപ്പിക്കുകയല്ല. ഞാൻ ഇവിടെ നിന്ന് കുറെ നാളുകളോളം മാറി നിന്നിരുന്നു. അത് പരിഭവം കൊണ്ടെല്ലാം മെല്ലെ ഒരു ഒളിച്ചു മാറ്റം. പലരും വന്ന് വാതിന് വിളിച്ചു. ഞാൻ പറഞ്ഞു കുറച്ച് നാളത്തേക്ക് വരുന്നില്ല. കുറെ നാള് കഴിഞ്ഞ് വന്നപ്പോ സ്നേഹത്തിന്റെ പൂച്ചെണ്ടുകൾ തന്ന എന്റെ പഴയ മുഖങ്ങളോട് അള്ളാഹു നമ്മളെ നിലനിർത്തട്ടെ, അള്ളാഹു നിലനിർത്തട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറയാൻ, ഒരാൾ രാവിലെ സുബഹിയുടെ ബാങ്ക് കേട്ടപ്പോ എഴുന്നേറ്റു, അവൻ വീട്ടിൽ നിന്ന് വുളു എടുത്തു. എവിടെ നിന്ന് എടുത്തു? ഇതൊരു ജീവിത ക്രമമാണ്. എവിടെ നിന്ന് വീട്ടെടുത്ത്? വീട്ടിൽ നിന്ന് അവനവന്റെ വീട്ടിൽ നിന്ന് വുളു എടുത്തു. അവനവന്റെ വീട്ടിൽ നിന്ന് വുളു എടുത്തു. നേരെ പള്ളിയിലേക്ക് പോയി സുബഹി നമസ്കരിച്ചു. ആ സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ ഏതാണ്ട് ഒരു 20 മിനിറ്റോളം സുബഹി നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇശ്റാഖ് നിസ്കരിച്ചാൽ അവൻ വീട്ടിൽ നിന്ന് വുളു എടുത്ത് പള്ളിയിൽ വന്ന് ജമാഅത്തായി സുബഹി നമസ്കരിച്ചു.
അതേ സമയത്തവന് ഒരു 20 മിനിറ്റോളം സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലും തസ്ബീഹിലുമായിരുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൻ ഇശ്റാഖിന്റെ നിസ്കാരവും നിർവഹിച്ചാൽ തഅദിലു ഹജ്ജത്തിൻ വ ഉംറത്തിന് താമ്മത്തിന് താമ്മത്തിന് താമ്മാ പരിപൂർണമായ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അല്ലാഹുവിന് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കേക്ക് സഹോദരങ്ങളെ, എല്ലാ ദിവസവും ഓരോ ഹജ്ജും ഉംറയും ചെയ്യാൻ, എല്ലാ ദിവസവും രാവിലെ ഒരു ഹജ്ജും ഉംറയും ചെയ്യുക. അതേപോലെ പെങ്ങളെ സുബഹിക്ക് എഴുന്നേറ്റ് വുളു എടുത്തു, നമസ്കാരം കഴിഞ്ഞ ഉടനെ ചായയിടാൻ അടുക്കളയിൽ പോയില്ല. ആ മുസല്ലയിൽ ഒരു 20 മിനിറ്റോളം എന്ന് ദിക്ർ ചെയ്ത് തസ്ബീഹ് ചെയ്തു. എന്നിട്ട് ഇശ്റാഖ് നിസ്കരിച്ചാൽ തഅദിലു ഹജ്ജത്തിൻ വ ഉംറത്തിന് താമ്മത്തിന് താമ്മത്തിന് താമാ പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അല്ലാഹു അവൾക്ക് നൽകുമെന്ന്. വീട്ടിലിരുന്ന് ഹജ്ജ് ചെയ്യുമോള്, വീട്ടിലിരുന്ന് ഉംറ ചെയ്യുമോള്, ലാ തജഅലൂ ബുയൂതകും മഖാബിറ, മയ്യത്തുകളെ വെക്കുന്ന ശ്മശാന ഭൂമി പോലെ നിങ്ങളുടെ വീടുകളെ ആക്കരുത്. എപ്പോഴും ഇബാദത്ത്. രാവിലെ മക്കൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഉമ്മ നിസ്കാരപ്പായിലിരുന്ന ദുആയിലാണ്. സുബഹിക്ക് പോയിട്ട് ഇശ്റാഖ് നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന വാപ്പ സുബഹി നിസ്കരിച്ചിട്ട് ഇശ്റാഖ് വരെ നിസ്കാരപ്പായിലിരുന്ന് ദുആ ചെയ്യുന്ന ഉമ്മ. ഭർത്താവ് ഇശ്റാഖ് കഴിഞ്ഞു വന്നു, ഭാര്യ ഇശ്റാഖ് കഴിഞ്ഞ് എഴുന്നേറ്റു, പോയി ചായ ഇട്ടു, മക്കളെ കുളിപ്പിച്ചു, അവരെ സ്കൂളിലേക്ക് വിട്ടു. ആ മക്കൾ വീട്ടിൽ കാണുന്ന അന്തരീക്ഷം എവിടെയാണ്? എത്ര നല്ലതാണ്. ഉമ്മ ഇശ്റാഖ് വരെ, ഉപ്പ ഇശ്റാഖ് കഴിഞ്ഞ് പള്ളിയിലുണ്ട്. ഈ വീട്ടിലാണ് ഇസ്മായിൽ പറക്കുന്നത്, ഈ വീട്ടിലാണ് ഫാത്തിമ പറക്കുന്നത്. അങ്ങനെ മക്കളെയൊക്കെ കുളിപ്പിച്ചു. പെങ്ങളെ, നിങ്ങളോടാണ് കബീർ ബാക്കവി എന്ന് കേട്ടാൽ വാല് കേൾക്കാൻ എത്രയോ 10,000-കണക്കിന് പെണ്ണുങ്ങൾ ഇന്നും ഇവിടെ വന്നപ്പോ ദുആ ചെയ്യാൻ 6,666 ഏറ്റവും വിശ്വാസമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ വീട്ടിലെത്തിയപ്പോ അവിടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത സഹോദരിമാർ പെങ്ങളെ മക്കളെ കുളിപ്പിച്ചു, ഭക്ഷണം ഉണ്ടാക്കി, അവര് സ്കൂളിൽ പോയി, ഭർത്താവ് ജോലിക്ക് പോയി. പിന്നെ നീ വീട്ടിൽ തനിച്ചായി. പെട്ടെന്ന് തന്നെ ഓടിച്ചാടി വീടൊക്കെ വൃത്തിയാക്കി, വസ്ത്രങ്ങളൊക്കെ കഴുകി ഉണക്കി, ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി. ളുഹറിന്റെ ബാങ്ക് വിളിക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് കുളിച്ച് നീ വീട്ടിൽ കയറണേ. എന്നിട്ട് ളുഹറിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് 4 റക്അത്ത് ളുഹാ കൂടി നിസ്കരിക്കണേ. 4 റക്അത്ത് ളുഹാ നിസ്കരിക്കണേ. ളുഹാ നിസ്കരിച്ച് കഴിയുമ്പോൾ ളുഹറിന്റെ ബാങ്കായി. നീ ളുഹാ മുടക്കരുത്. ആരുടെയെങ്കിലും വീട്ടിൽ നിത്യമായി ളുഹാ നമസ്കാരം നിർവഹിക്കപ്പെട്ടാൽ ആ വീട്ടിൽ പിന്നെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാവില്ലെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ഇതൊരു തർത്തീബാണ് മോളെ. ചെയ്യണമെന്ന് വിചാരിച്ചാൽ കഴിയും. ഇശ്റാഖ് വരെ നിസ്കാരപ്പായിൽ, പിന്നെ വീട്ടിലെ ജോലിയിൽ ളുഹായ്ക്ക് മുമ്പ് ലോറിന് 1/2 മണിക്കൂർ മുമ്പ് കുളിച്ചു കയറ്, ളുഹാ നിസ്കരിക്ക്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ പെണ്ണുങ്ങൾക്കും മുട്ടിന് പ്രശ്നം. ഉംറയ്ക്ക് ഞാൻ ഇന്നലെ പോകുമ്പോൾ 450 പേരെന്റെ ഗ്രൂപ്പിലുണ്ട് ഫ്ലൈ ഹിന്ദ് ട്രാവൽസിൽ. അള്ളാഹു അവർക്ക് അനുഗ്രഹം ചെയ്യട്ടെ. 30 വയസ്സുള്ള പെണ്ണുങ്ങൾക്ക് മുട്ട് വയ്യ, എഴുന്നേക്കാൻ വയ്യ, സഫയിൽ ഓടാൻ വയ്യ. സഹോദരിമാരെ, മുട്ടിന്റെ വേദന മാറണോ സഹോദരങ്ങളെ? പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. കണ്ടംകുളത്തിയുടെ മരുന്ന് മാത്രമല്ല, കോട്ടക്കലെ ലേഹ്യം മാത്രമല്ല, അള്ളാന്റെ റസൂല് പറയാ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 360 സന്ധികളുണ്ട്. ഓരോ സന്ധികളും ഉപയോഗിക്കുന്നതിന് പകരമായൊരു സദക്ക കൊടുക്കണേ. സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ, ഓരോ ജോയിന്റുകളും ഉപയോഗിക്കുമ്പോ സദക്ക കൊടുക്കാനില്ല നബിയെ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഓരോ സന്ധികളും ഉപയോഗിക്കുന്നതിന് ശുക്രായിട്ട് നിങ്ങളെല്ലാം 2 റക്അത്ത് ളുഹാ നിസ്കരിക്കണേ. ആ ളുഹാ മതി സന്ധികൾക്ക് പകരമായി. അപ്പൊ സന്ധികളിൽ വേദനയുണ്ടോ, സന്ധികൾക്ക് നീരുണ്ടോ, അത് മാറണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം ളുഹാ നിസ്കരിക്കുക, അള്ളാനോട് ദുആ ചെയ്യുക. ളുഹറിന് തൊട്ട് മുമ്പ് ഒരു പെണ്ണ് നിസ്കാരപ്പായി ളുഹാ നിസ്കരിക്കുന്നു, റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയിരിക്കുകയാണ്, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. എന്റെ പൊന്നുമക്കൾ പഠിക്കാൻ പോയിരിക്കുകയാണ്, അവരെ വഴിതെറ്റിക്കല്ല
പഠിപ്പിക്കല്ലേ അല്ലാ, വഴി പിടപ്പിക്കല്ലേ അല്ലാ. വഴി പിടക്കില്ല പെങ്ങള്, നിന്നെ മോള് വേറെ തന്റെ കൂടെ പോവില്ലടി മോളെ. കാരണം ദുആ ചെയ്യുന്നത് അവളുടെ ഉമ്മയാണ്. പെൺമക്കള് വഴി തെറ്റുന്നുവോ, ഉമ്മയുടെ ദുആ കുറഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മയുടെ ദുആയാണ് വലുത്, ഉമ്മയുടെ ദുആയാണ് വലുത്, ഉമ്മയുടെ ദുആയാണ് അസാധ്യമാക്കുന്നത് സാധ്യമാക്കുന്നത്. അഹമ്മദ് കബീർ ഇവിടെ നിൽക്കുന്നുവോ, അതവന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ബലമാണ്. ഉമ്മ മരിച്ചതിന് ശേഷം മൂസാ നബി തൂര് സീനാ പർവ്വതത്തിൽ കയറി കാല് തട്ടി വീഴാൻ പോയി. ഒരശരീരി കേട്ടു മൂസ ൂട്ടിച്ച് നടക്കും മൂസ. ഇതേവരെ ആപത്തിൽ നിന്ന് നിന്നെ തടഞ്ഞ ഉമ്മാന്റെ ദുആഇന് ഇല്ല മൂസ. ഉമ്മ മരിച്ചുപോയി, ഉമ്മാടെ ദുആഇനാണ് ആപത്തൊഴിവായത്. അതുകൊണ്ട് പെങ്ങളെ, നിന്റെ പെണ്ണുങ്ങൾ വഴിതെറ്റില്ല. സ്കൂളിലേക്ക് പോകുന്ന പൊന്നുമോള് പ്രേമത്തിൽ പെടില്ല. അതിന് നീ എന്ത് ചെയ്യണം? ഉമ്മ നിസ്കാരപ്പായലിരുന്നിട്ട് സ്കൂളിൽ പോയ മോള് തിരിച്ചു വരുന്നത് വരെ ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെടുത്തേ എത്തൂ, അതേ പറഞ്ഞെടുത്തേത്തു. ഹബീബായ നബി തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വീട് മക്ക് പറയാക്കരുതെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. നിങ്ങളുടെ പെൺമക്കളെ വെളിയിലേക്ക് പറഞ്ഞു വിടുമ്പോ നിങ്ങളുടെ പെൺമക്കളെ നിങ്ങളൊരു ദുആ ചെയ്യിപ്പിച്ചിട്ടേ പറഞ്ഞു വിടാവൂ. എന്നാൽ അവള് വേറൊരുത്തന്റെ കൂടെ പോവില്ല. ഏത് ചെറുപ്പക്കാരൻ കണ്ണടിച്ചാലും വീടില്ല. ഉമ്മ ഇറങ്ങാൻ നേരത്ത് പെൺമക്കളെ ഒരു ദുആ ചെയ്യിപ്പിക്കണം. ഇന്നത്തെ ലോകത്ത് ആ ദുആടെ അർത്ഥം അറിഞ്ഞാൽ ഞെട്ടിപ്പോകും, അത്ര ഫിറ്റാണത്. ഏതാണ് ആ ദുആ? ഏതാ ദുആ? പാറമനുഷ്യന്മാരെ +2 മോളെ പഠിപ്പിക്കാൻ ഇറക്കി വിടുകയാണ്. മോളെ ഹോസ്റ്റലിലേക്ക് വിടുകയാണ്. ദുആ ചെയ്യിപ്പിച്ചിട്ട് വിടണേ. ഇത് മുയിലിയാർക്ക് കൈമടക്കിട്ടാനുള്ള ദുആ അല്ല, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. ഏതാണ് ആ ദുആ? പിന്നെ പോയില്ലല്ലോ, അത്ഭുതമുള്ളൂ. ഏതാണ് ആ ദുആ? മോൾ ഇറങ്ങി പോവുകയാണ് സ്കൂളിലേക്ക്. അല്ലാഹുവേ, اللهم إني أعوذ بك أن أضل أو أضل أن أزل أو أزل أن أظلم أو أظلم أن أجهل أو يجهل علي. അല്ലാഹുവേ, പ്രായപൂർത്തിയായ എന്റെ സുന്ദരിയായ മോൾ കോളേജിലേക്ക് പോവുകയാണ്. വഴിയരികിൽ അവളെ വഴി പിഴപ്പിക്കാൻ ആളുകളുണ്ട്. റബ്ബേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, റബ്ബേ നിന്നോട് ഞങ്ങൾ കാവലിനെ തേടുന്നു. അന്നലില്ല ഔ ഉലല്ല, അന്നലില്ല എന്റെ മോള് വഴി പിഴക്കുന്നതിൽ നിന്ന്, ഔ ഉലല്ല അവളെ വഴി പിഴപ്പിക്കപ്പെടുന്നതിൽ നിന്ന്, അന്നസില്ല അവളുടെ കാല് വഴുതി വീഴുന്നതിൽ നിന്ന്, ഔ ഉസല്ല അവള് കാല് വഴുതി മറ്റൊരാളുടെ വലയിൽ വീഴുന്നതിൽ നിന്ന്, അന്നജ്ഹല അറിവില്ലാതെ അവള് പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവലിനെ തേടുന്നു അല്ലാ. എന്നീ ദുആ പെൺമക്കളെ പറഞ്ഞിട്ട് നീ പറഞ്ഞു വിടണം. ആ മോള് പുസ്തക സഞ്ചിയും തൂക്കി കാട്ടാളന്മാരുടെ റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോ പൊന്നുമോള് കണ്ണിൽ നിന്ന് മായുമ്പോ ഉമ്മ വീടിന്റെ വാതിലി പിടിച്ചിട്ട് നീ പറയണേ, അല്ലാഹുവേ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്റെ റസൂലുള്ളാഹി പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട്. റബ്ബേ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, പടച്ചവനെ നിന്നെ ഞാൻ പരമേൽപ്പിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നിനക്കല്ലാതെ മറ്റൊരു ശക്തിയില്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് മക്കളെ വിടാവൂ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ വീടുകളിലെ ദിക്റുകളിലും ദുആകളും ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബഹിക്ക് എഴുന്നേൽക്കുക, ഒന്നു എടുക്കുക, പള്ളിയിൽ പോയി നിസ്കരിക്കുക. നിസ്കരിച്ചിട്ട് പുരുഷന്മാരൊക്കെ പള്ളിയിൽ തന്നെ ഒരു 20 മിനിറ്റ് സൂര്യോദയം വരെ, ഇസ്രാക്കിന്റെ സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ 20 മിനിറ്റ് ഇരുന്നൂടെ പള്ളിയില്, പുരുഷന്മാരിക്കണം പള്ളിയിൽ. ജീവിതത്തിലെ ഏറ്റവും വലിയ ബറക്കത്താണ് ഇശ്റാഖ്. ഭാര്യയോ ഒളു എടുത്തു, നിസ്കരിച്ചു, നിസ്കാരപ്പായിൽ 20 മിനിറ്റ് സൂര്യ ഉദിക്കുന്നത് വരെ ദുആ ചെയ്തു. മക്കൾ എഴുന്നേൽക്കുമ്പോ കാണുന്നെന്താ? ഇസ്രാഖ് നിസ്കരിച്ചിട്ട് വീട്ടിൽ വന്ന ഉപ്പ, ഇസ്രാഖ് നിസ്കരിച്ചിട്ട് മുസല്ലൻ എന്നിട്ട് ഉമ്മ. ഇത് കണ്ടിട്ടാണ് ഈ മക്കൾ ഇബ്രാഹിമുമാകും ഫാത്തിമയോ. എന്നിട്ട് അവരെയൊക്കെ വിട്ടു, ജോലിയൊക്കെ മക്കളൊക്കെ പോയി. മക്കൾക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത്, മക്കൾക്ക് പാൻറ് ഇട്ടു, കോട്ടിട്ടു, ടൈ ഇട്ടു, പൗഡർ ഇട്ടു, ഇല്ല സ്കൂൾ ബാഗ് കയറ്റി വെച്ചു. എന്താ അറിയോ, ഈ
പെർമിറ്റ് ഈ നാഷണൽ പെർമിറ്റ് അല്ല, പെട്ടി ഓട്ടോറിക്ഷയുടെ മുകളിൽ പെർമിറ്റ് ലോറി കയറിയ മാതിരി മക്കൾക്ക് ഇത്രയുള്ള ഒരു ബാഗൊക്കെ കയറ്റി വെച്ചു, റോഡ് സൈഡിൽ കൊണ്ടുവന്നു, സ്കൂൾ ബസ് വന്നു, മക്കൾ ഉമ്മാക്കൊരു ഉമ്മം കൊടുത്തു, മക്കളെ ഇല്ല സ്കൂൾ ബസ്സിലെ ഡ്രൈവറിന് ടാറ്റ കൊടുക്കണ മോനാണെങ്കിലും കിട്ടുന്ന ആർക്കാ ഇല്ല ഡ്രൈവറിന്. അതൊക്കെ കൊടുത്തിട്ട് കയറി വന്നു, പെട്ടെന്ന് വീടൊക്കെ തൂത്ത് വൃത്തിയാക്കി, പിന്നെ വസ്ത്രമൊക്കെ അലക്കി, ഇന്നലത്തെ മത്തിക്കറി വെച്ച ചട്ടിയൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി, അത്യാവശ്യം ജോലിയൊക്കെ കഴിഞ്ഞു, കുളിച്ചു പോയി. ലോഹറിന് ബാങ്ക് വിളിക്കുന്നതിന് അരമണിക്കൂർ. ഇതാണ് പെണ്ണുങ്ങളുടെ വീട്ടിലെ തർത്തീബ്. നേതാവ് ഇത്രയും വന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് ആർക്കേലും ഒരു മാറ്റം ഉണ്ടാകും. ലുഹാടെ സമയം സൂര്യൻ ഉദിച്ചിട്ട് ഒരു കുന്തത്തിന്റെ അളവിൽ ഉയർന്നത് മുതൽ, ഉദിക്കുമ്പോൾ നിസ്കരിക്കരുത്, സൂര്യൻ ഉദിച്ചു ഒരു കുന്തം, അതായത് ഒരു 20 മിനിറ്റ്, അത് കഴിഞ്ഞത് മുതൽ ലോഹറിന്റെ സമയമാകുന്നത് വരെയാണ്. വന്ന് ലോഹറിന് മുമ്പ് 2 റക്അത്ത് 2 വെച്ച് ലുഹാ നിസ്കരിച്ചു. ജോയിന്റ് വേദന മാറുന്നതാണ്. യുസ്ബിഹു അലാ കുല്ലി സുലാമ, നിങ്ങളുടെ ജോയിന്റുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നിസ്കരിക്കണമെന്നാണ്. അപ്പൊ ജോയിന്റ് വേദന മാറും. എന്നിട്ട് ദുആ ചെയ്യണം. അപ്പൊ ഈ ഷറാക്കായി. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. എന്തിനാണ് ഇത് പറയുന്നത്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അതുകൊണ്ട് ഏത് സമയത്തും നിങ്ങളുടെ വീടുകളിൽ മക്ക് പറയാൻ പാടില്ല. എപ്പോഴും ഖുർആൻ ഓതണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൂറത്തുൽ ബഖറ ഓതണം എല്ലാ ദിവസവും. ഓതൂല്ലേ? ഒന്നിച്ചോടാൻ പറ്റില്ല, രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഒക്കെയായി ദിവസവും സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടി ഒളിക്കും എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, അലി അമീറുൽ മുഅ്മിനീൻ, എന്റെ വീട്ടിൽ എന്റെ ജീവിതത്തിൽ ഒരു ബറക്കത്തില്ല. എന്താണ് കാരണം? ജീവിതത്തിൽ ഒരു ബറക്കത്തില്ല. ചില ആളുകൾ പറയൂലേ, അവൻ പോയ വഴി കൂടെ പോയാൽ നമ്മളെ കൂടെ പാമ്പ് പിടിക്കുന്നു. ചില ആളുകളുണ്ടല്ലോ, അവൻ പോണ വഴി കൂടെ പോയാൽ നമ്മളെ കൂടെ പാമ്പ് പിടിക്കുന്നു പറഞ്ഞ മാതിരി. ഞാൻ എവിടെ പോയാലും ആകെ ഇടങ്ങേറാണ്, ഒരു ബറക്കത്തില്ല എനിക്ക്, ഞാൻ എന്ത് തൊട്ടാലും പോക്കാൻ. എന്താണ് അലിയെ കാരണം? അലി റളിയല്ലാഹു തആല ചോദിച്ചു, നീ പൊട്ടിയ ചീപ്പ് വെച്ച് നീ തല ചീവാറുണ്ടോ? പൊട്ടിയ ദാരിദ്ര്യം ഉണ്ടാവും, ബറക്കത്ത് ഇഷ്ടപ്പെടും. പൊട്ടിയ ചീപ്പ് വെച്ച് വരാൻ പാടില്ല. നീ പൊട്ടിയ പേന വെച്ച് എഴുതാറുണ്ടോ? ഇല്ല. അപ്പൊ ഈ ചോദിച്ചൊക്കെ ദാരിദ്ര്യം ഉണ്ടാക്കും, ബറക്കത്തില്ലാത്ത കാര്യമാണ്. നീ പൊട്ടിയ പേന വെച്ച് വെട്ടിയ ചീപ്പ് വെച്ച് ചീവാറുണ്ടോ? ഇല്ല. നീ പൊട്ടിയ പേന വെച്ച് എഴുതാറുണ്ടോ? ഇല്ല. നീ സുബഹിക്ക് ശേഷം കിടന്ന് സുബഹിക്കും അസറിന് ശേഷവും ഉറങ്ങാറുണ്ടോ? സുബഹിക്ക് ശേഷം ഉറങ്ങാൻ പാടില്ല. ബാള് പറയണ ഒരു ഒഴിച്ച്. നമ്മൾ പിന്നെ എപ്പോഴാ ഉറങ്ങണേ? ഞാനിപ്പോ വലുതാ 12:30 ഞാനിപ്പോ ഇനി അവിടെ ഒറ്റപ്പാല കോളേജിലാണ്ട് നേരത്തെ എത്തും. വീട്ടിൽ എത്തിയ സുബഹി. പിന്നെ എപ്പോഴാ ഉറങ്ങുക? സുബഹി കിടന്നുറങ്ങരുത്, അസർ കിടന്നുറങ്ങരുത്. 40 ദിവസം തുടർച്ചയായിട്ട് ഉറങ്ങിയാൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. നീ അസർ കിടഞ്ഞ് ഉറങ്ങാറുണ്ടോ? ഇല്ല. അസർ കിടന്ന് ഉറങ്ങാനേ പാടില്ല, ദാരിദ്ര്യം ഉണ്ടാവും. സുബഹി കിടഞ്ഞ് ഉറങ്ങാൻ പാടില്ല. എന്തുകൊണ്ട് ഉറങ്ങരുതെന്ന് പറഞ്ഞേ? പറഞ്ഞു, അത് ദിക്ർ ചെയ്യാനുള്ള സമയമാണ്. വസബ്ബിഹൂഹു ബുക്റത്തും വഅസീലാ. സുബഹി അസറും ദിക്റിന്റെ സമയമാണ്. അല്ലാഹനെ ഓർക്കേണ്ട സമയത്ത് ഉറങ്ങാൻ പാടില്ല. ഖുർആൻ സൂറത്തുൽ അഹ്സാബ് ചോദിച്ചു, നീ സുബഹി കഴിഞ്ഞ് ഉറങ്ങാറുണ്ടോ? ഇല്ല. അവസാനം ചോദിച്ചത് നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ ദുആ ചെയ്യാറുണ്ടോ? ഇല്ല. എന്നാൽ അതാണ് നിന്റെ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണം. എല്ലാ ദിവസവും നിർബന്ധമായി നിന്റെ വീട്ടിലിരുന്ന് ഈ ദുആ ചെയ്യണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഈ ദുആ ചെയ്തില്ലെങ്കിൽ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവില്ല. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഏത് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്തുകൊണ്ട്? ഇതൊക്കെ ജീവിതത്തിന്റെ മൂല്യങ്ങളാണ്. മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണേ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖുർആൻ വീടിനെ കുറിച്ച് പറഞ്ഞ 6ാമത്തെ കാര്യം, ഈ വീട്ടിൽ നീ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ ഈ വീട്ടിൽ നിന്ന് ഒരു ദിവസം നീ തിരിച്ചു പോകേണ്ടവനാണ്. നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീട് ഇതല്ല. വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ.
ആറാമത് പറഞ്ഞത് ഈ വീട് നിന്റെ സ്ഥിരമായ വീടല്ല, ഏറ്റവും നല്ല വീട് സ്വർഗത്തിലെ വീടാണ്. അള്ളാഹു നമുക്ക് സ്വർഗത്തിലെ വീട് നൽകുമാറാകട്ടെ, സ്വർഗത്തിലെ വീട് നൽകുമാറാകട്ടെ. ഈ വീട്ടിൽ എന്ന് പോകുമെന്ന് ആർക്കറിയാം? ഏറ്റവും നല്ല വീട് കിട്ടേണ്ടത് ഇവിടെയല്ല. എത്ര വലിയ വീടാണെങ്കിലും ഇതിനേക്കാൾ നല്ല വീട് കിട്ടേണ്ടത് സ്വർഗത്തിലാണ്. ഈ വീട് വിട്ടുപോകേണ്ട വീടാണ്. കഴിഞ്ഞ റമളാനിൽ ഞാൻ അബുദാബിയിൽ പോകുമ്പോ അവിടുത്തെ KMCCയുടെ ഒരു പ്രധാനപ്പെട്ട സജീവ പ്രവർത്തകൻ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ഗൾഫിൽ കുറെ നാള് ജോലിയെടുത്തൊരു പൊന്നുമോനുണ്ടായി. അവസാനമുള്ള സമ്പാദ്യമൊക്കെ വെച്ച് ഞാൻ നാട്ടിലൊരു വീടുണ്ടാക്കി. ആ വീട് ഞാൻ നല്ല ഒരു സുന്ദരമായ വീട്, ആ വീടിന്റെ ഹൗസ് വാമിങ്ങിന് അന്ന് എന്റെ മകൻ കൂട്ടുകാരോടൊത്ത് കുളിക്കാൻ പോയതാണ്, പുഴയിൽ മുങ്ങി മരിച്ചു. എന്റെ ജീവിതത്തിന്റെ സ്വപ്നമായ വീട് തീർന്നു. പക്ഷെ എന്റെ വീട് വെച്ചിട്ട് ആദ്യത്തെ ദിവസം കൊണ്ടുവന്നത് എന്റെ പൊന്നുമോന്റെ മയ്യത്താണ്. എന്റെ മോൻ ഒരു ദിവസം അവിടെ ജീവനോടെ കിടന്നില്ല. പിന്നെ ഞാനും ഭാര്യയും ആ വീട്ടിൽ ഇന്നേ വരെ കയറിയിട്ടില്ല. ഞങ്ങൾ വാടകയ്ക്കാണ് താമസം. അത്ഭുതപ്പെട്ടു പോയി സഹോദരങ്ങളെ. സ്വപ്നങ്ങൾ ഇങ്ങനെ പകുത്തെടുക്കുന്നു. അള്ളാഹു അതെല്ലാം ക്യാൻസൽ ചെയ്യുന്നു. ഒരു വീടുണ്ടാക്കിയിട്ട് അന്നത്തെ ദിവസം അവിടെ കയറ്റിയത് പൊന്നുമോന്റെ മയ്യത്താണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ കഴിഞ്ഞ ഒരു 15 ദിവസം മുമ്പ് തിരുവനന്തപുരത്തിലെ പ്രമുഖനായൊരു പ്രഭാഷകനാണ് കടുവയിൽ ഷാജഹാൻ മൗലവി. അദ്ദേഹത്തിന്റെ 16 വയസ്സുള്ള പൊന്നുമോൻ പേടക്കാപ്പള്ളി ജാമിഅ ബദ്രിയിലെ മുത്തഅല്ലിമാണ്. അവിടുത്തെ സനദ് ദാന സമ്മേളനം, അതിന്റെ ഒരു ദിവസത്തെ പ്രഭാഷകൻ ഈ വിനീതനാണ്. ഈ വിനീതന്റെ പരിപാടിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പോയ മുത്തഅല്ലിമാണ്. അതുകൊണ്ടാണ് ഞാൻ അവനെ കുറിച്ച് ഇപ്പൊ എപ്പോഴും പറയുന്നത്. എന്റെ പരിപാടിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പോയതാണ്. ഇടുക്കിയില് നേര്യമംഗലത്തിനടുത്ത് കൂട്ടുകാരന്റെ വീട്ടിൽ പോയി പുഴയിൽ കുളിക്കാൻ ഇറങ്ങി. പൊന്നുമോനവിടെ മുങ്ങി മരിച്ചുപോയി. എന്റെ സുഹൃത്താണ് ഷാജഹാൻ മൗലവി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബാക്കവി, എന്റെ പൊന്നുമോൻ പോയി. കാത്തിരുന്ന ഉപ്പാന്റെ ഉമ്മാന്റെ കയ്യിൽ കെട്ടിയത് 16 വയസ്സുള്ള പൊന്നുമോനെ തണുത്തുറഞ്ഞു പോയ മൃതശരീരമോൻ. ആ ഉപ്പ ഒരു ആലിമാണ്. അദ്ദേഹം ആ കുട്ടിയെയും കൊണ്ട് കടുവാപ്പള്ളിയിലാണ് സ്വദേശം. കടുവാപ്പള്ളിയുടെ വീട്ടിലെത്തിയപ്പോ ഉമ്മ ആ 16 വയസ്സുള്ള അർഷദ് എന്ന പൊന്നുമോന്റെ ചെറിയ 2 അനിയത്തിയും അനിയനുമുണ്ട്. കൂടെ കളിച്ച ജ്യേഷ്ഠന്റെ മയ്യത്ത് മുമ്പിൽ വന്നപ്പോ ആങ്ങളെയും പെങ്ങളും കൂടി ഓടി വന്ന് മയ്യത്തിൽ കെട്ടിപ്പിടിച്ച് കരയവേ അർഷദിന്റെ ഉമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ കരയണ്ട, നിങ്ങളുടെ ഇക്കാക്ക ഷഹീദായിട്ട് സ്വർഗത്തിലേക്ക് പോയതാണ്. സ്വർഗത്തിന്റെ വീട്ടിൽ നമ്മുടെ ഇക്കാക്കയെ കാണാമെന്ന് ആ പ്രിയപ്പെട്ട ഉമ്മ സമചിത്തതയോട് പറഞ്ഞു അത്രേ. മൂത്ത മകന്റെ മയ്യത്തിൽ ഇളയ മക്കള് കെട്ടിപ്പിടിച്ച് കരയുമ്പോ, മക്കളെ, ഇക്കാക്ക ഷഹീദായി സ്വർഗത്തിൽ പോയതാണ്. സ്വർഗത്തിൽ വെച്ച് നമുക്ക് അവനെ കാണാമെന്ന് പറയാൻ കഴിയുന്ന പെണ്ണും ഈ കേരളത്തിൽ ജീവിച്ചിരുന്നു. അത്ഭുതമതല്ല, മയ്യത്ത് പള്ളിയിലേക്ക് എടുക്കുമ്പോ അവസാനം നൊന്തു പ്രസവിച്ച മോന്റെ മയ്യത്ത് കാണാൻ ഉമ്മയെ കൊണ്ടുവന്നു. നമ്മുടെയൊക്കെ നാട്ടിലെ താങ്ങി പിടിച്ചാണ് കൊണ്ടുവരിക. ആ ഉമ്മ നേരെ വന്നിട്ട് പറഞ്ഞു, മോനെ, ഉമ്മാന്റെ കുട്ടി നേരെ ഖബറിലേക്ക് പോക്കോ. മോൻ ഖബറിലേക്ക് പോകുമ്പോ ഉമ്മാക്ക് തരാനൊന്നുമില്ല. പക്ഷെ പൊന്നുമോന്റെ ഉമ്മ ഇന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചിട്ടുണ്ട്. അവസാനം ഉമ്മാന്റെ സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലവും കൊണ്ട് എന്റെ കുട്ടി മരിച്ചു എന്നറിഞ്ഞപ്പോ ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പാണ്. നീ പോകുമ്പോ ഉമ്മാക്ക് തരാനൊന്നുമില്ല കയ്യിൽ. എന്റെ സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലവും കൊണ്ട് ഉമ്മാന്റെ കുട്ടി സ്വർഗത്തിലേക്ക് പൊക്കോ. സഹോദരങ്ങളെ, ആ മയ്യത്ത് നിസ്കാരത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം പലപ്പോഴും വകലേക്കും പോയില്ലെങ്കിൽ സംഘാടകരുടെ പ്രശ്നം. ഒരു മരിപ്പിന് പോലും ജീവിതത്തിൽ അടുത്തു പോലും കൂടാൻ കഴിയില്ല. എന്റെ ആത്മാർത്ഥ സുഹൃത്ത് അവസാനം അവന്റെ ദിക്റിനെന്ന് ഞാൻ അവിടെ പോയപ്പോ അവന്റെ ഉമ്മാനെ കണ്ടു. ആ സമയത്ത് എന്തോ ഒരു ധൈര്യമാണ് അവർക്ക്. അവര് പറഞ്ഞു, ബാക്കവി, എനിക്ക് പ്രശ്നമില്ല, എന്റെ പൊന്നുമോന് ഞാൻ സ്വർഗത്തിന്റെ വീട്ടിൽ വെച്ച് താലോലിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. സഹോദരങ്ങളെ, കൊച്ചു വീട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി ഓരോരുത്തരും മണ്ണിലേക്ക് പോയി. അവസാനം പോയവരൊക്കെ ഒരുമിച്ച് കൂടുന്നൊരു സ്ഥലം വേണ്ടേ? ആ സ്ഥലമാണ് ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ.
നാളെ സ്വർഗത്തിന്റെ വീട്ടിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടും. ഇല്ലെങ്കിൽ മരിച്ചുപോയ ഉപ്പാനെ എവിടെ വെച്ചാണ് കാണുന്നത്? ഉമ്മാനെ എവിടെ വെച്ചാണ് കാണുന്നത്? നഷ്ടപ്പെട്ടു പോയ ഭാര്യയെ എവിടെ വെച്ചാണ് കാണുന്നത്? കഴിഞ്ഞ ഹജ്ജ് കാലത്ത് ക്രെയിൻ വെച്ച് വീണ് മരിച്ചുപോയൊരു മുഅ്മിനയുണ്ട്, പാലക്കാടുകാരി. ഞാൻ അവളെ കുറിച്ചൊന്ന് പ്രസംഗിച്ചിരുന്നു, യൂട്യൂബിൽ വൈറലായി. ആ മുഅ്മിനയുടെ ഭർത്താവ് ഇസ്മായിൽ എന്നെ കാണാൻ വന്നു. ഉസ്താദേ, ഞാൻ നിങ്ങൾ പ്രസവിച്ച മുഅ്മിനയുടെ ഭർത്താവാണ്. ഹറമിന്റെ മുമ്പിൽ എന്റെ മുമ്പിലിരുന്ന ഭാര്യ പിടഞ്ഞു വീണ് മരിച്ചപ്പോ ഞാൻ തളർന്നുപോയി. പക്ഷേ പിന്നീട് നിങ്ങളുടെ മകൾ തന്നെ ഒരു സുഹൃത്ത് കേൾപ്പിച്ചപ്പോഴാണ് എന്റെ ഭാര്യ ഇത്ര വലിയ ഭാഗ്യവതിയാണല്ലോ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി അവളെ സ്വർഗത്തിന്റെ വീട്ടിൽ വെച്ച് കാണുമെന്ന് ഉംറക്ക് പോകുന്നതിന് മുമ്പും അദ്ദേഹം എന്നെ കണ്ടപ്പോ പറഞ്ഞു. റബ്ബേ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത് വീട് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ആ റബ്ബിനെ ഓർത്തിട്ട് വീട്ടിൽ ജീവിച്ചാൽ, ഭാര്യയും ഭർത്താവും ജീവിച്ചാൽ നാളെ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, സ്വർഗത്തിന്റെ വീട്ടിൽ അവർ ഒരുമിച്ച് കൂടുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ, അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. ആ ഏഴാമത് വീടിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, സ്വർഗത്തിൽ അല്ലാഹു നൽകുന്ന വീട് ഏതാ? വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹിൽ അൻഹാർ വമസാകിന തയ്യിബതൻ ഫീ ജന്നാതി അദ്ൻ. പച്ചപ്പരവതാനി വിരിച്ച പുൽമേടുകൾക്ക് താഴെ അരുവികൾ ഒരുകുന്ന സ്വർഗത്തിന്റെ മുകളിൽ വമസാകിന തയ്യിബ, ഏറ്റവും നല്ലൊരു വീട് നിങ്ങൾക്ക് റബ്ബ് തരുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മൾ അവിടെ ഒരുമിച്ച് കൂട്ടട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ, ഞാൻ ആരും എഴുന്നേക്കരുത്, നമ്മുടെ ദുആയിലേക്ക് കടക്കാൻ. അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ, അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ, അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. എട്ടാമത് ഖുർആൻ പറയുന്ന വീടിനെ കുറിച്ച്, സ്വർഗത്തിന് ആ വീട്ടിലെ കൂരുന്നത് ആരൊക്കെയാണ്? വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാദിഹിം വദുരിയാതിഹിം, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, അവരോടൊന്നിച്ച് സ്വർഗത്തിന്റെ വീട്ടിൽ നീ ഒരുമിച്ച് കൂടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ സ്വർഗത്തിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الرحيم يا الله, പരമദയാലുവായ അല്ലാഹ്.